ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു ന്യൂ ഡ്രാമയുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് ന്യൂ ഡ്രാമയിലേക്ക് പോകാം. ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ ഹീറോയിൻ ആയിട്ടുള്ള സിയനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഒരു ഫാഷൻ ഡിസൈനർ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു വലിയ ഫാഷൻ ഷോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതേ ടൈമിന് ഒരു ഇൻവെസ്റ്റിഗേറ്റർ സിയയുടെ അടുത്തേക്ക് വരും. മാഡം, നിങ്ങൾ പറഞ്ഞ പ്രകാരം ഹോജിങ്യാൻ എന്നുള്ള മോഡലിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല. എന്തായാലും നിങ്ങളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിൻ കളത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹീറോയിനെ കാണിക്കാണ്. പുള്ളിക്കാരൻ ഒരു സൂപ്പർ ബൈക്കില് ഹെൽമെറ്റ് ഒക്കെ വെച്ച് പാഞ്ഞു വന്നോണ്ടിരിക്കായിരിക്കും. പെട്ടെന്നാണ് ഹീറോയിന് ഒരുപാട് ഗുണ്ടകൾ ഓടിച്ചിടാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഓടുന്നതിനിടയ്ക്ക് കാല് തന്നെ നിലത്തേക്ക് വീഴും. പിന്നെ എഴുന്നേറ്റ് നിൽക്കാനേ പറ്റുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹീറോയും അങ്ങോട്ടേക്ക് വരും. അങ്ങനെ തന്നെ പുള്ളിക്കാരൻ കളത്തിലേക്ക് ഇറങ്ങി എല്ലാ ഗുണ്ടകളെയും അടിച്ചോടിച്ച് ഹെൽമെറ്റും വലിച്ചൂരി ഹീറോയിന്റെ അടുത്ത് നീ ഓക്കെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിനാണെങ്കിൽ ആ ഹീറോയുടെ ഫേസ് കാണുമ്പോ തന്നെ എന്തൊരു ഭംഗിയാണ് ഇവനെ കാണാനെന്നും പറഞ്ഞിട്ട് ഇമ വെട്ടാണ്ട് നോക്കിക്കൊണ്ട് നിൽക്കും. ഇത് കാണുമ്പോ നീ ഓക്കെ ആണോന്ന് വീണ്ടും ഹീറോ ചോദിക്കും. ആ, ഞാൻ ഓക്കെയാണ്, പക്ഷെ എനിക്ക് ഒറ്റക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞ് കൈ ഇങ്ങനെ നീട്ടും. അപ്പൊ തന്നെ ഹീറോയും ഹീറോയിനെ കോരിയെടുത്ത് സേഫ് ആയിട്ട് ബൈക്കിലേക്ക് ഇരുത്തി ഹെൽമെറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ക്ലോസപ്പില് ഹീറോയിനെ കാണുമ്പോ ഹീറോയിനാണെങ്കിൽ അവിടെ ഫ്ലാറ്റ് ആവുകയാണ്. പിന്നെ എന്തായിരിക്കും നടക്കുക? ഹീറോയിൻ ഒരു ഫീലോട് കൂടി ഹീറോനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ബൈക്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ആക്ച്വലി നമ്മുടെ സിയ ഇത്രയും നാള് ഹോജിങ്യാൻ എന്നുള്ള ഒരു മോഡലിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. ആ ഒരു മോഡല് നമ്മുടെ ഹീറോയാണ്. ഹീറോനെ ഇനി മുതൽ നമുക്ക് യാൻ എന്ന് വിളിക്കാം. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഈ ഒരു സംഭവം നടക്കുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്ന കാര്യം കാണിക്കാണ്. ആക്ച്വലി സിയ ഒരു ഫാഷൻ ഡിസൈനർ ആണല്ലോ. പുള്ളിക്കാരി ഇപ്പോ ഫെനി എന്ന കമ്പനിയില് യുനി എന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാലും പുള്ളിക്കാരിയുടെ മനസ്സിൽ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൂടിയുണ്ട്. അങ്ങനെ പുള്ളിക്കാരി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സിയ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ഒരുപാട് ലോസ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ യുനി എന്നുള്ള ബ്രാൻഡ് നീക്കം ചെയ്യാനായിട്ട് പോവുകയാണെന്ന് സിയയുടെ അടുത്ത് അവിടെയുള്ള HM വന്ന് പറയും. എന്നാലും നമുക്ക് ഒന്നും കൂടി നോക്കാന്ന് സിയ റിക്വസ്റ്റ് ചെയ്യുമെങ്കിലും അയാളാണെങ്കിലോ അതിനൊന്നും സമ്മതിക്കില്ല. ഓൾറെഡി ഒരുപാട് ലോസ് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്ന് അയാൾ കട്ടായം പറയും. ഇനി എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ലാണ്ട് സിയയും അവിടെ ഇരുന്ന് ആലോചിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിനാണ് മരിച്ചുപോയ അച്ഛന്റെ പേരിൽ ഒരുപാട് സ്വത്തുള്ള കാര്യം പുള്ളിക്കാരിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ആ സ്വത്തെല്ലാം വിറ്റ് തനിയെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോവാന്ന് തീരുമാനിക്കും. പക്ഷേ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇവളുടെ പേരിലേക്ക് വരണമെങ്കിൽ ഇവള് മാരേജ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു മാരേജ് ചെയ്ത് ഈ സ്വത്തെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി യാനിനെ കുറിച്ച് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് പോലും. ഇപ്പോ നേരെ ഇവരുടെ ലോയറിന്റെ അടുത്തേക്ക് ചെല്ലും. ആക്ച്വലി ഈ ലോയർ സിയയുടെ അങ്കിളും കൂടിയാണ്. പുള്ളിക്കാരൻ വന്നിരുന്ന ഉടനെ തന്നെ എന്തായാലും ഈ ടൈമിന് നിനക്ക് ഒരുപാട് ക്യാഷ് ആവശ്യമാണെന്ന് എനിക്കറിയാം. നിന്റെ ഡാഡ് എഴുതി വെച്ച പോലെ അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ഭയങ്കര ഹെൽപ്ലെസ് ആണെന്ന് പറയും. അപ്പൊ തന്നെ സിയ എനിക്ക് ആ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മാരേജ് ചെയ്താൽ പോരെന്ന് ഇങ്ങനെ ചോദിക്കും. ആ, അത് മതി. എന്നാലും മേജർ ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് ലൈഫിനെ കുറിച്ചെല്ലാം നീ മറന്നു. ഇപ്പൊ ഒരു പുതിയ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ നിനക്ക് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ അങ്കിൾ, എന്നെ കൊണ്ട് പറ്റുമെന്ന് സിയയും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയും. നീ ഇത്രയ്ക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ എനിക്ക് ഇതിലൊന്നും പറയാനായിട്ടില്ല. പിന്നെ നിനക്ക് സിയാനെ കുറിച്ച് എന്താ അഭിപ്രായം? അവനെ ഞാൻ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയതാണെങ്കിൽ പോലും അവനെ നീയും കുഞ്ഞിലെ മുതലേ കാണുകയല്ലേ. അപ്പോ നീ അവനെ ഒന്ന് കൺസിഡർ ചെയ്തൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ സോറി അങ്കിൾ, ഓൾറെഡി എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോന്റെ പ്രൊഫൈലൊക്കെ എടുത്ത് അങ്കിളിനായിട്ട് കാണിച്ചു കൊടുക്കും. ആ, എന്തായാലും കാണാനൊക്കെ കൊള്ളാം. നെക്സ്റ്റ് വീക്ക് ആ പയ്യനുമായിട്ട് നീ എന്നെ മീറ്റ് ചെയ്യാൻ പാന്ന് പറയും. ആ, ഓക്കെ എന്നും പറഞ്ഞിട്ട് സിയ നടന്നു പോകുമ്പോ കറക്റ്റ് ആയിട്ട് സിയാനും ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഹായ് സിയാന്ന് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യാണ്ട് പോകും. അങ്ങനെ തന്നെ അങ്കിളിന്റെ അടുത്തേക്ക് ചെന്ന് എന്താ ഡാഡ്, അവൾക്ക് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ പുള്ളിക്കാരൻ ഹീറോന്റെ പ്രൊഫൈൽ എടുത്ത് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് പ്രസന്റിലേക്ക് വരുവാണ്. കാലില് പരിക്ക് പറ്റിയിരിക്കുന്ന സിയനെയുമായിട്ട് യാൻ അവളുടെ വീട്ടിലേക്ക് വരും. എന്തായാലും നിങ്ങൾ കയറിയിരിക്കും, നിങ്ങൾക്കും ഒരുപാട് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വരാന്ന് പറയും. ആ, ഓക്കെ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ അവന്റെ ഷർട്ട് അഴിക്കും. ഇത് കാണുമ്പോ സിയക്ക് വല്ലാണ്ടാകും. അയ്യേ, ഇവനൊരു നാണോ ഇല്ലല്ലോ എന്നും പറഞ്ഞ് പയ്യെ തെരിയും. ആ ടൈമിനാണ് ടേബിളില് ഇവനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആ ഒരു പേപ്പറൊക്കെ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഓടിപ്പോയി
പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് അതിന്റെ പൊക്കത്തേക്ക് വെക്കും. അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് ഒരു ഓയിൽമെന്റ് എടുത്ത് ഇന്ന ഓയിൽമെന്റ് നിങ്ങളത് പുരട്ടിക്കോന്ന് അറിയും. അപ്പൊ തന്നെ ഞാൻ ഷോൾഡർ കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോ സിയ ഫ്ലാറ്റ് ആകും. ഓ എന്തൊരു ബോഡിയാണ്, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, ഇവൻ നന്നായിട്ട് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ഓയിൽമെന്റ് ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് പുരട്ടി കൊടുക്കാനായിട്ട് തുടങ്ങും. അവിടെ ഇവിടെയും തൊടുമ്പോഴത്തേക്കും ഞാനിന് എന്തോ പോലെ ആകും. അല്ല നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല ഇല്ല ഒന്നുമില്ല, നിങ്ങളുടെ ബോഡി എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, നിങ്ങളുടെ ബോഡി നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കഴിവ് ഞാൻ കാണുന്നുണ്ട്, എന്റെ കമ്പനിയിൽ മോഡലായിട്ട് വന്ന് ചേരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് അഴിച്ചിട്ട് ഷർട്ട് പെട്ടെന്ന് എടുക്കാനായിട്ട് പോകും. അപ്പൊ തന്നെ സിയ അവന്റെ കയ്യിലേക്ക് കയറി പിടിക്കും. അയ്യോ നിങ്ങളുടെ കയ്യിലും ഒരുപാട് മുറിവുണ്ട്, ഞാൻ തന്നെ നിങ്ങൾക്ക് മരുന്ന് പുരട്ടി തരാന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഹീറോന ഇന്നിവിടെ സ്റ്റേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കും. ഒരുപാട് നേരം കഴിയുമ്പോൾ ഹീറോന് വല്ലാണ്ട് ടെൻഷൻ ആകും. അങ്ങനെ തന്നെ ആ ബാൻഡേജ് പിടിച്ച് വലിക്കും. പെട്ടെന്ന് സിയ മറിഞ്ഞ് നിലത്തേക്ക് വീഴാനായിട്ട് പോകും. സിയ നിലത്തേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് സിയനെ താങ്ങി പിടിക്കും. അങ്ങനെ ഇവര് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കും. ഇത്രക്ക് ക്ലോസ് അപ്പില് ഹീറോനെ കാണുമ്പോ അയ്യോ ഇവനെ കാണാനായിട്ട് എന്തൊരു ഹാൻസം ആണ്, എന്തായാലും ഇവനെ ഇന്ന് വിടാൻ പാടില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തൂടെ എന്ന് യാനിന്റെ അടുത്ത് ചോദിക്കും. ഇത് കേട്ട് യാനും ഒന്ന് ഷോക്കാകും. എന്താ നീ പറയുന്നത്, ഒരുമിച്ച് സ്റ്റേ ചെയ്യാനാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്നിപ്പോ ഭയങ്കര ലേറ്റ് ആയില്ലേ, ഇവിടെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്, ഇന്ന് വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തു എന്നിട്ട് രാവിലെ പോയാ പോരെന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് ഞാനും സമ്മതിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് കുറച്ചു നാളുകൾക്ക് മുമ്പ് നടന്ന കാര്യം കാണിക്കാണ്. ഞാൻ ആരെയോ കോൾ ചെയ്ത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞ പെൺകുട്ടീനെ നിങ്ങൾ കണ്ടുപിടിച്ചോന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു തരാന്ന് അവിടെ നിന്നും പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ തട്ടാമുട്ടി ന്യായം പറഞ്ഞുകൊണ്ട് നിന്നാ പോരാ, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് കുറച്ച് ടെററായിട്ട് സംസാരിച്ച് പയ്യെ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അതേ ടൈം സിയ യാനിന്റെ അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി തന്നെയാണ് ഈ ഗുണ്ടകളെയൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതെന്നും നമ്മളെ ഇപ്പോ കാണിക്കുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് രണ്ടുപേരും എഴുന്നേറ്റ് എന്ത് സംസാരിക്കണോന്ന് അറിയാൻ പാടില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് രണ്ടുപേർക്കും ഒരേ ടൈമിന് കോളും വരും. രണ്ടുപേരും കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ രണ്ടുപേരുടെയും ഫേസ് മാറും. ആദ്യം തന്നെ സിയ എന്റെ കമ്പനിയിൽ ചെറിയൊരു പ്രോബ്ലം നടക്കുന്നുണ്ട്, അതുകൊണ്ട് സോറി എനിക്ക് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് പോകണമെന്ന് പറയും. ആ ടൈമിന് ഹീറോയും എന്റെ കമ്പനിയിലും മോഡൽസിനെയൊക്കെ ഹയർ ചെയ്യാനായിട്ടുള്ള ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കും പോകണമെന്നും പറഞ്ഞ് സംസാരിക്കാൻ വന്ന കാര്യം വിട്ട് രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പയ്യെ പോകും. ആദ്യം തന്നെ നമ്മുടെ ഹീറോ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാറിൽ വലിയൊരു ഓഫീസിലേക്ക് വന്നിറങ്ങി ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നു പോകും. നമ്മളെല്ലാവരും വിചാരിച്ച പോലെ ഹീറോ ഒരു സാധാരണ ഒരു മോഡലൊന്നും അല്ല, വലിയൊരു കമ്പനിയിലെ CEO ആണ്. ഇപ്പോ കമ്പനിയിൽ വലിയ എന്തോ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്, അത് സോൾവ് ചെയ്യാനായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് പോലും. ഒരു വർഷത്തിനുള്ളിൽ 1000 മില്യൺ ടേൺ ഓവർ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു പോയിട്ട് ഇപ്പതേ 6 മാസത്തോളമായി. അതിന്റെ പകുതി പോലും നിങ്ങൾക്ക് ആർക്കും അച്ചീവ് ചെയ്യാനായിട്ടേ പറ്റിയിട്ടില്ല. നിങ്ങളെല്ലാവരും എന്തെടുത്തോണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കാനായിട്ട് തുടങ്ങും. സാർ നിങ്ങൾ പേഴ്സണൽ റീസൺ കാരണം ലീവ് എടുത്തു പോയ ആ ഒരു ടൈമിന് ഫെനി ഗ്രൂപ്പ് 5 കളർ ഇന്ത്യൻ ബേബി ടെക്നിക് എന്നുള്ളൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ കളർ ഡൈയിങ് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിന്റെ ഡ്യൂറേഷനും ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ക്ലയൻസ് എല്ലാവരും നമ്മുടെ കൂടെയുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് ഫെനി ഗ്രൂപ്പിന്റെ കൂടെ പോയി ചേർന്നു എന്ന് പറയും. നമ്മളെക്കാളും ഒരാൾ ബെസ്റ്റ് ആയി കഴിഞ്ഞാല് അവരെക്കാളും ബെസ്റ്റ് ആവാനായിട്ട് നമ്മൾ പ്രയത്നിക്കണം, അല്ലാണ്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ വേണ്ട, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കണം, എന്തായാലും നിങ്ങൾ പോയിട്ട് എല്ലാം ടാലിയാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്ന ഞാനും പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് സിയാൻ യാനിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിന് സിയ അകത്തേക്ക് കയറി വരും. നീ എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കും. ഫെനി ഗ്രൂപ്പിന്റെ കൂടെയുള്ള നിന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പോവാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. നീ കേട്ടത് സത്യമാണ്, എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇനി ചിന്തിക്കണോന്ന് പറയും. എന്തായാലും നീ ഫെനി ഗ്രൂപ്പിന്റെ കൂടെയുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തേക്ക്, ഇപ്പൊ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 5 ഗ്രൂപ്പിനെ സാധിക്കുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിയയും ഒന്ന് ആലോചിക്കും. അപ്പൊ തന്നെ ജിയാൻ ഇന്ന് 5 ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് മിസ്റ്റർ കിം ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, അതും നൈറ്റ്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞ് ഒരു ഇൻവിറ്റേഷൻ എടുത്തു കൊടുക്കും. ഓക്കെ ഞാൻ വരാമെന്ന് സിയ പറയുമ്പോഴത്തേക്കും എന്തായാലും നീ ഇന്ന് പാർട്ടിക്ക് വരുമ്പോ നീ നിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് വരണോന്ന് അറിയും. ഇത് കേൾക്കുമ്പോൾ സിയക്കൊന്ന് ഷോക്കാകും. ഇതുവരെ ഒരു കാര്യവും ഞാൻ അവന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല, അപ്പൊ ഇനി എന്റെ പാർട്ട്ണറായിട്ട് വരാൻ പറഞ്ഞ ഇത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഞാനിനെ കാണിക്കാണ്. നിങ്ങൾ വെറുതെ തട്ടാമുട്ടിനി ആയോന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കണ്ട, ഇതിനുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ എനിക്കിപ്പോ വേണോന്ന് പറയും. അപ്പൊ തന്നെ വേറൊരാള് അങ്ങനെയാണെങ്കിൽ 5 ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ഇന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്,
നമുക്ക് അവിടെ പോയി പുള്ളിക്കാരനോട് സംസാരിക്കാം, അതിലൂടെ നമുക്ക് ഒരുപാട് പ്രോജക്റ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പൊ തന്നെ മാനേജറും ഫൈവ് ഗ്രൂപ്പിന്റെ കൂടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാഷ് അവർക്കായിട്ട് ഇറക്കേണ്ടി വരും എന്ന് പറയും. എനിക്ക് ക്യാഷ് ഇവിടെ പ്രശ്നമേ അല്ല, എനിക്ക് വേണ്ടത് റിസൾട്ട് ആണ്, റിസൾട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഹീറോയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയും. അതേ ടൈം ഞാനിന് കോൾ ചെയ്യും, പക്ഷേ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ തന്നെ വോയിസ് മെയിലിലേക്ക് പോകും. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനായിട്ടുണ്ട്. ഈ വോയിസ് മെയിൽ കിട്ടിയ ഉടനെ തന്നെ നീ എന്നെ തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞ് നടന്നു പോകും. ഇത് കേൾക്കുന്ന സിയാന് വല്ലാത്തൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നൈറ്റ് നമ്മുടെ സിയ ആ ഒരു പാർട്ടിക്ക് ചെല്ലും. മിസ്റ്റർ കിമ്മിന്റെ അടുത്ത് അവളുടെ ഐഡിയാസിനെ കുറിച്ചും സംസാരിക്കും. പുള്ളിക്കാരനും സിയയുടെ അടുത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ആ ടൈമിന് സിയനെ പരിചയമുള്ള ഒരു പെൺകുട്ടി ഇടയിലേക്ക് കയറി വരും. അല്ല, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ, അവനെ എന്തുകൊണ്ടാണ് നീ ഈ പാർട്ടിക്ക് വിളിച്ചുകൊണ്ട് വരാത്തേന്ന് ഇങ്ങനെ ചോദിക്കും. ഇടയ്ക്കൊരു ട്രാഫിക്കിൽ പെട്ടുപോയി, അതുകൊണ്ട് ഇതിൽ ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് പറയും. അപ്പൊ തന്നെ ആ പെൺകുട്ടിയും കളിയാക്കുന്ന പോലെ, എനിക്കെന്തോ നിന്റെ ബോയ് ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല. മിസ്റ്റർ കിം ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് വോളണ്ടിയേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു പയ്യനാ നീ പേരായിട്ട് ചൂസ് ചെയ്തോന്ന് പറയും. ഇത് കേൾക്കുമ്പോ ജിയക്ക് വല്ലാതെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പൊ തന്നെ പുള്ളിക്കാരി വീണ്ടും, മിക്കവാറും നിന്റെ കൂടെ ഒരു പയ്യനും സെറ്റ് ആവില്ല, നിന്റെ ക്യാരക്ടർ അങ്ങനെയല്ലേ, നിന്റെ ക്യാരക്ടറിന്റെ കൂടെ ഒരു പയ്യനും സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് നല്ല രീതിക്ക് കളിയാക്കിക്കൊണ്ടിരിക്കും. ആ ടൈമിന് ജിയ, എനിക്ക് ഇവിടെ നിന്ന് ആരെയും വേണ്ട, നീ വേണമെങ്കിൽ തിരിഞ്ഞു നോക്ക്, എന്റെ ഹാൻസം ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് വരുന്നത് കണ്ടില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. പുള്ളിക്കാരി തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ഹീറോയാണെങ്കിലോ ഭയങ്കര സൂപ്പർ ആയിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോനെ കാണുമ്പോ ആ പെൺകുട്ടിക്ക് നല്ല രീതിക്ക് കുശുമ്പ് വരും. അങ്ങനെ തന്നെ സിയനെ തള്ളിവിടും. സിയയും പയ്യെ നിലത്തേക്ക് വീഴാനായിട്ട് പോകുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ യാൻ വന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ നേരെ നിർത്തിയിട്ട്, അറിയോ ഓക്കെ ബേബി ഇങ്ങനെ ചോദിക്കും. ആ, ഞാൻ ഓക്കെ എന്ന് പറയും. അങ്ങനെ തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത്, ഐ എം യോജിങ് യാൻ, ഞാൻ സിയയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ആ പെൺകുട്ടിക്ക് ദേഷ്യം വന്നോ ഇല്ലയോ, ഇത് കേട്ട് സിയാന് നല്ല രീതിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പുള്ളിക്കാരിയുടെ അടുത്തേക്ക് വന്ന സന്തോഷത്തില് സിയ പോയിട്ട് ഒരുപാട് കുടിക്കും. അങ്ങനെ കുടിച്ച് ബോധം ഇല്ലാണ്ടാകുമ്പോ യാനിനെ പിടിച്ച് കിസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത ഞാൻ ഫേസ് പയ്യെ തിരിക്കും. ആ ടൈമിനാണ് സിയാൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. ഇവനെ കാണുമ്പോ തന്നെ എന്ത് തോന്നിയെന്നറിയാൻ പാടില്ല, സിയനെ പിടിച്ച് ഭയങ്കരമായിട്ട് യാനും കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിന്റെ സന്തോഷത്തില് സിയ വീണ്ടും കുടിക്കും. കുടിച്ചു കുടിച്ച് ബോധമില്ലാണ്ടാകുമ്പോ പുള്ളിക്കാരൻ തന്നെ എങ്ങനെയെങ്കിലും സിയനെ വീട്ടിലേക്ക് കൊണ്ടുവരും. പക്ഷേ സിയക്ക് കുടിച്ച് ബോധമില്ലാണ്ടിരിക്കുകയാണല്ലോ. യാനിനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിവിട്ട്, ഇന്ന് ഞാൻ എന്തായാലും നിന്നെ വിടില്ല എന്നും പറഞ്ഞ് പയ്യെ യാനിന്റെ അടുത്ത് ക്ലോസ് ആയി കിസ് ചെയ്യാനായിട്ട് പോകും. യാനും ഇത് കണ്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുവാണ്. ആ ടൈമിന് പുള്ളിക്കാരിയുടെ ബോധം പോയി യാനിന്റെ മേത്തേക്ക് തന്നെ വീണ് കിടന്നങ്ങോട്ട് ഉറങ്ങും. ഇത് കാണുമ്പോഴാണ് യാനിനും കുറച്ച് ആശ്വാസമാകുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. ആദ്യം തന്നെ സിയയാണ് എഴുന്നേൽക്കുന്നത്. രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ പുള്ളിക്കാരിക്ക് ഒന്ന് ഷോക്കാകും. അങ്ങനെ തന്നെ നൈറ്റ് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയാനായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഭാഗ്യം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നാലും എന്തൊക്കെയോ സംഭവിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണു തുറക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരി ഒന്ന് റെഡിയായി നിൽക്കും. ഞാൻ കണ്ണു തുറക്കുമ്പോ തന്നെ ഈ സിബ് ഒന്ന് എനിക്ക് ഇട്ട് തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ഞാനും വന്ന് സിബൊക്കെ ഇട്ട് കൊടുക്കും. ഇന്നലെ നടന്നതിനെല്ലാം ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാന്ന് സിയ ഇങ്ങനെ പറയും. അപ്പൊ തന്നെ ഞാൻ, അതിന് ഇന്നലെ നൈറ്റ് ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സിയ വന്ന് സ്റ്റോപ്പ് ചെയ്യും. നീ എന്നെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നിന്നെ എന്റെ കമ്പനിയുടെ മോഡലാക്കാം. ഇനി നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് കോൺട്രാക്ട് ചെയ്യാം. ആ ഒരു 3 മാസം മുഴുവനും നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം സാധിച്ചു തരാന്ന് പറയും. പക്ഷെ ഹീറോയാണെങ്കിൽ എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറയും. അപ്പൊ തന്നെ സിയ യാനിനെ ബെഡിലേക്ക് തള്ളിവിടും. നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്നും പറഞ്ഞ് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ യാനിന്റെ അടുത്തേക്ക് ചെല്ലും. ഞാൻ അപ്പൊ തന്നെ സിയനെ പൊക്കിയെടുത്ത് മിസ്ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇതിന് സിയക്ക് താല്പര്യമൊന്നുമില്ല. എന്താ നിനക്ക് താല്പര്യമില്ലേ, നീയല്ലേ എന്റെ അടുത്ത് ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞത്, അപ്പോ നമുക്ക് ഇപ്പൊ തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ തന്നെ സിയ, എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ട്, ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ടാവാനായിട്ട് ശ്രമിക്കും. എന്തായാലും നീ പോയിട്ട് വരുമ്പോ കോൺട്രാക്റ്റും കൂടി റെഡിയാക്കി കൊണ്ടുപോവാ, ഞാൻ സൈൻ ചെയ്തോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോ സിയക്ക് ഒരുപാട് സന്തോഷമാകും. പക്ഷെ ഈ സന്തോഷം അധികം നേരം ഒന്നും നീണ്ടു പോവില്ല. കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ യാനാണെങ്കിലോ സിയനെ ഒരു അടിമേനെ പോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എനിക്ക് വിശക്കുന്നു, ഇച്ചിരി ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോവാ, എനിക്കിതേ വെള്ളം കൊണ്ടുപോവാ, എനിക്കിതേ കാല് വേദന എടുക്കുന്നു, നീ ഒന്ന് നമുക്കിതാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജോലികൾ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങും. ഇതൊക്കെ കണ്ട് സിയക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ദൈവമേ, ആവശ്യമില്ലാണ്ട് ഇവന്റെ കൂടെ
കോൺട്രാക്റ്റിൽ സൈനും ചെയ്തു. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ഇവന്റെ സർവന്റ് ആക്കി എന്നെ മാറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആലോചിക്കും. അപ്പോഴാണ് കയ്യിലുള്ള ഗ്ലാസ് കാണുന്നത്. അങ്ങനെ തന്നെ അതിലുള്ള വെള്ളം ഇയാനിന്റെ മേത്തേക്ക് ഒഴിക്കും. അയ്യോ സോറി, കൈ ഒന്ന് സ്ലിപ്പ് ആയതാണ്, നിങ്ങൾ എന്തായാലും ക്ഷമിക്ക്. ആ ഡ്രസ്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് തരാം, വാ നമുക്ക് മുകളിലേക്ക് പോവാന്ന് പറയും. വേണ്ട, ഞാൻ തന്നെ ഇത് ട്രൈ ചെയ്തോളാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ മുകളിലേക്ക് പോകും. എന്നാലും വിടാണ്ട് സിയ പുറകെ ചെല്ലും. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ മുകളിലേക്ക് കയറി ചെന്ന് ഹെയർ ഡ്രയർ ഓൺ ആക്കും. ആ ടൈമിന് അതിൽ നിന്ന് ഒരുപാട് പൊടി ഇങ്ങനെ പറക്കാനായിട്ട് തുടങ്ങും. ആക്ച്വലി സിയ യാനിന്റെ അടുത്ത് പ്രതികാരം വീട്ടാനായിട്ട്, അതായത് ഒരുപാട് പണികൾ ഇപ്പോ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ, അതിന്റെ ദേഷ്യത്തില് ഹെയർ ഡ്രയറിന്റെ ഉള്ളില് ഗോതമ്പ് പൊടി കൊട്ടി വെച്ചത് നമ്മുടെ സിയയാണ്. ആ ഒരു പൊടി മൊത്തം ഇപ്പോ യാനിന്റെ മേത്ത് വീണിട്ടുണ്ട്. അതിന്റെ ഒരു ദേഷ്യത്തില് ഞാൻ ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. ഇപ്പോഴാണ് സിയക്കും ഒരു സന്തോഷമൊക്കെ കിട്ടുന്നത്. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് സിയയുടെ അസിസ്റ്റന്റ് കോൾ ചെയ്യും. ഒരു പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് വരാനായിട്ട് പറയും. അങ്ങനെ സിയയും നേരെ കമ്പനിയിലേക്ക് ചെല്ലും. ആക്ച്വലി സിയയുടെ പുതിയ പ്രോജക്റ്റിന്റെ ഫയല് ആരോ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു ഇലക്ട്രീഷ്യൻ ആരും അറിയാണ്ട് സിയയുടെ റൂമിലേക്ക് കയറി പോകുന്നത് കാണും. അതിലെ ഡൗട്ട് അടിച്ച സിയ നേരെ ആ ഇലക്ട്രീഷ്യനെ കാണാനായിട്ട് ചെല്ലും. അയാളാണെങ്കിലോ സിയനെ കണ്ട ഉടനെ തന്നെ പേടിച്ച് രണ്ടോടും. സിയയും പുറകെ വെച്ച് പിടിക്കും. അയാള് നേരെ ചെല്ലുന്നത് റൂഫ് ടോപ്പിലേക്കാണ്. ഇത് കാണുമ്പോൾ സിയക്ക് പേടിയാകും. ഓക്കെ നിങ്ങൾ എന്തായാലും കൂളായിട്ടിരിക്കെ, എന്റെ പ്രോജക്റ്റിന്റെ ഫയല് നിങ്ങൾ അടിച്ചുകൊണ്ട് പോയെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും. എന്തായാലും ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല, ഞാൻ പോലീസ് കംപ്ലൈന്റും ചെയ്യില്ല, എനിക്ക് ആ ഫയൽസ് മാത്രം തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയും. അയാളാണെങ്കിലോ സിയക്ക് ആ ഫയല് കൊടുക്കാന്നും പറഞ്ഞ് സിയയുടെ അടുത്തേക്ക് വന്ന് അത് കൊടുക്കുന്നതിന് പകരം സിയനെ തള്ളിവിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് നോക്കും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് ഹീറോ അങ്ങോട്ടേക്ക് വന്ന് ആ ഒരു ഇലക്ട്രീഷ്യനെ അടിച്ചിട്ട് സിയയുടെ ഫയൽസ് ഒക്കെ സേവ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് എത്തും. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ, നീ എനിക്കൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് തന്നില്ലേ, അതേപോലെ എനിക്കും ഒരു കോൺട്രാക്ട് ഉണ്ട്, അതിൽ നീ എനിക്ക് സൈൻ ചെയ്ത് തന്നോന്നും പറഞ്ഞ് കുറച്ച് ഫയൽസ് എടുത്ത് സിയയുടെ കയ്യിലേക്ക് കൊടുക്കും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ കണ്ടീഷൻസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞിട്ട് സിയയും ആ ഒരു ഫയലിൽ സൈൻ ചെയ്ത് കൊടുക്കും. അത് കഴിയുമ്പോ തന്നെ ഹീറോ ഒരു 1000 പേജെങ്കിലും ഉള്ള ഒരു ഫയൽ എടുത്ത് കൊടുത്തിട്ട് അതിൽ മാത്രമല്ല ഇതിലും കൂടി നീ സൈൻ ചെയ്ത് തരണോന്ന് പറയും. ഇത് കാണുമ്പോ സിയക്ക് വല്ലാണ്ടാകും. എന്താടെ ഇത്, നിസ്സാര സൈനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് തന്നപ്പോ ഇതിലൊരു 1000 പേജെങ്കിലും ഉണ്ടല്ലോ, ഇത് സൈൻ ചെയ്ത് തീരുമ്പോഴേക്കും എനിക്ക് മിക്കവാറും 50 വയസ്സെങ്കിലും ആകും, എന്താടാ ഇതെന്നും പറഞ്ഞിട്ട് സിയ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കാണ്. അങ്ങനെ ഇപ്പൊ സീൻ കട്ട് ചെയ്താല് ഇലക്ട്രീഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഡോക്യുമെന്റ്സും പെൻഡ്രൈവും ഒക്കെ എടുത്ത് സിയയും ഞാനും കൂടി നേരെ സിയയുടെ ഓഫീസിലേക്ക് ചെല്ലും. എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പെൻഡ്രൈവ് എടുത്ത് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് നോക്കും. പെട്ടെന്ന് തന്നെ സിസ്റ്റത്തിലേക്ക് വൈറസ് കയറും. അയ്യോ, ഇതില് വൈറസ് കയറിയല്ലോ, ഇനി എന്റെ എല്ലാ ഡാറ്റാസും ലീക്ക് ആകും, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സിയ ഒന്ന് പേടിച്ചിട്ട് അസിസ്റ്റന്റിന്റെ അടുത്ത് ടെക്നീഷ്യനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയും. ഇത് കേൾക്കുന്ന ഞാനും, എന്തായാലും നിനക്കിപ്പോ ഒരു ഡിന്നർ ഉള്ളതല്ലേ, എന്തായാലും നീ അങ്ങോട്ടേക്ക് പോയിക്കോ, ഇവിടെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാന്ന് പറയും. അങ്ങനെ ഇവനെ വിശ്വസിച്ച് സിയ നേരെ അങ്കിളിലേക്ക് അടുത്തേക്ക് ചെല്ലും. അങ്കിളാണെങ്കിലോ, എവിടെ നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് ഇങ്ങനെ ചോദിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും അധികം വൈകാണ്ട് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയും. ഓ, എന്തായാലും നിന്റെ ബോയ് ഫ്രണ്ടിന് ഞങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് മടി കാണും, അതുകൊണ്ട് ഏതെങ്കിലും മൂലക്ക് മാറിയിരിക്കുമായിരിക്കും എന്ന് സിയയുടെ കസിൻ ഇങ്ങനെ പറയും. സിയക്ക് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. എന്താ മിസ്റ്റർ സെൻ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ സംസാരിച്ചതാണോ ഇപ്പൊ കുഴപ്പം, നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങള് വല്ലതും ഓർമ്മയുണ്ടോ, നിന്റെയും നിന്റെ ബോയ് ഫ്രണ്ടിന്റെയും കാര്യങ്ങള് ഇപ്പൊ ഞാൻ പൊളിച്ചു തരാം, അതിനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ സിയക്ക് ഭയങ്കരമായിട്ട് പേടിയാകും. ഇനിയെങ്ങാനും ആ കിഡ്നാപ്പർ ഇവിടെ വന്ന സത്യങ്ങളെല്ലാം തുറന്നു പറയൂ, ഇവിടെ എനിക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാനിത് കേട്ടാ എന്ത് ചെയ്യും, ഞാനിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കും. ആ ടൈമിനാണ് ആ കിഡ്നാപ്പറും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ലിഫ്റ്റിലേക്ക് കയറുന്നത്. കറക്റ്റ് ആയിട്ട് ഹീറോ വന്ന് അയാളെ തടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ആ കിഡ്നാപ്പർ നേരെ ഇവരുടെ റൂമിലേക്ക് കയറി വരും. അപ്പൊ തന്നെ സിയയുടെ കസിനും, ആ താൻ വന്നോ, ദേ ഇവളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയാളാണെങ്കിലോ സിയനെ ഒന്ന് നോക്കിയിട്ട്, ഏയ് ഈ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടീനെ കാണുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോ സിയക്ക് ആശ്വാസമാകും. ദൈവമേ രക്ഷപ്പെട്ടോ എന്നും പറഞ്ഞ് നിൽക്കും. പക്ഷെ കസിനാണെങ്കിലോ, താനെ ഒന്നും കൂടി നോക്ക്, താൻ പറഞ്ഞ പെൺകുട്ടി ഇത് തന്നെയല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ സാർ, ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇതല്ല, വേറൊരു പെൺകുട്ടിയാണ്, സാർ ചിലപ്പോ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ന് പറയും. ഇത് കേൾക്കുമ്പോ സിയാനും, എന്തായാലും എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചതായിരിക്കാം, എന്തായാലും നിങ്ങൾ പോയിക്കോന്നും പറഞ്ഞിട്ട് ആ കിഡ്നാപ്പറിനെ പറഞ്ഞു വിടും. ഇതെല്ലാം കൂടി ആകുമ്പോ കസിന് വല്ലാത്ത ദേഷ്യമൊക്കെ വരും. എല്ലാവരുടെയും മുമ്പില്
സിയ കാരണം അപമാനപ്പെട്ടു എന്നുള്ള ദേഷ്യത്തില് സിയ കുടിക്കുന്ന ഡ്രിങ്കില് ഏതോ ഒരു പൊടി കലക്കി വെക്കും. ഇതാണെങ്കിലോ അങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ യാൻ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കും. ആ ടൈമിന് കസിനും അങ്ങോട്ടേക്ക് വന്ന്, എന്തായാലും ഞാൻ നിന്നെ പറ്റി തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ ഇനി നിന്റെ കാര്യത്തിലൊന്നും ഇടപെടില്ല, നമുക്ക് പഴയ പോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, അതുകൊണ്ട് നീ ഈ ഡ്രിങ്ക് കുടിച്ച് എന്റെ അടുത്ത് ക്ഷമിക്കണമെന്ന് പറയും. പുള്ളിക്കാരിയാണെങ്കിലോ ഒന്ന് ആലോചിച്ച്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഴയ പോലെ തന്നെ ഫ്രണ്ട്സ് ആവാം, പക്ഷേ എനിക്ക് ഈ ഡ്രിങ്ക് വേണ്ട, ഞാനിത് കുടിക്കില്ല എന്ന് പറയും. ഓ, അപ്പൊ നിനക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ലല്ലേ, മാറിയെങ്കിൽ മാത്രം കുടിച്ചാൽ മതി എന്ന് പറയും. ഇത് കേൾക്കുമ്പോ അങ്കിളും, ജസ്റ്റ് അതൊരു വൈൻ മാത്രമല്ലേ, എന്തായാലും അത് കുടിച്ചേക്കെന്ന് പറയും. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് സിയയും ആ ഡ്രിങ്ക് വാങ്ങും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് ഒരു എൻട്രി കൊടുക്കും. ഹായ്, ഞാൻ യോജിങ്, ഞാൻ സിയയുടെ ബോയ് ഫ്രണ്ട് ആണ്, എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വരാൻ ലേറ്റ് ആയതെന്നും പറഞ്ഞിട്ട് സിയയുടെ കയ്യിലുള്ള ആ ഒരു വൈൻ എടുത്ത് പുള്ളിക്കാരൻ വലിച്ചു കുടിക്കും. കുടിച്ചു കഴിയുമ്പോ തന്നെ ആ പൊടിയുടെ എഫക്റ്റ് ഒക്കെ കണ്ടു തുടങ്ങും. അപ്പൊ തന്നെ ഞാനും, എന്തായാലും എനിക്ക് ഇമ്പോർട്ടന്റ് വർക്ക് ഇനിയും പെൻഡിങ് ഉണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാന്ന് വിചാരിച്ചാ വന്നത്. അപ്പോ നിങ്ങള് ഡിന്നർ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ പോവാണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ഞാനെന്റെ പുറകെ അങ്ങനെ സിയയും പോകും. ഞാനാണെങ്കിലോ നേരെ വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ ആ ഒരു പൊടിയുടെ എഫക്റ്റില് ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് വലിച്ചൊക്കെ ഊരാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന സിയയും, എന്താ പറ്റിയത്, നിനക്ക് എന്താ പ്രോബ്ലം, എന്താണെങ്കിലും നിന്റെ അടുത്ത് പറയാനായിട്ട് പറയും. വേണ്ട, നീ എന്റെ അടുത്തേക്ക് വരണ്ട, എന്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട, എനിക്കൊരു പ്രോബ്ലവും ഇല്ല എന്നും പറഞ്ഞ് ഞാൻ സിയനെ തള്ളിവിടും. പിന്നെ നിൽക്കാനായിട്ട് ഞാനിന് പറ്റുന്നേ ഇല്ല, ദേഹമാസകലം സ്വെറ്റ് ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ നേരെ ബാത്ടബിലേക്ക് എടുത്ത് ചാടും. ഇവന്റെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ട് അവനെ വിട്ടു പോവാനായിട്ട് സിയക്കും മനസ്സ് വരുന്നില്ല. നിനക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ച് യാനിന്റെ അടുത്തേക്ക് ചെല്ലും. ഞാൻ അപ്പൊ തന്നെ സിയനെ വലിച്ച് ബാത്ടബിലേക്ക് ഇട്ട് ഭയങ്കരമായിട്ട് കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു ഘട്ടത്തിന് മേല് സിയക്കും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. പുള്ളിക്കാരിയുടെയും കൺട്രോള് പോയി യാനെയും തിരിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് രാവിലെ കണ്ണ് തുറന്ന് ആദ്യം എഴുന്നേൽക്കുന്നത് യാനാണ്. സിയ ഇങ്ങനെ അടുത്ത് കിടക്കുന്ന കാണുമ്പോ തന്നെ ഇന്നലെ നൈറ്റ് നടന്ന കാര്യങ്ങള് പകുതിയൊക്കെ യാനിന് ഓർമ്മ വരും. കുറച്ചു കഴിയുമ്പോ സിയയും എഴുന്നേൽക്കും. സിയ എഴുന്നേറ്റ ഉടനെ തന്നെ, സോറി, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഞാൻ ഏറ്റെടുത്തോളാന്ന് പറയും. അപ്പൊ തന്നെ സിയയും, അപ്പോ നൈറ്റ് നടന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും ഇവനൊന്നും ഓർമ്മയില്ലല്ലേ എന്നും പറഞ്ഞ് നിൽക്കും. ആക്ച്വലി രണ്ടുപേരും കൺട്രോൾ വിട്ട് കിസ് ചെയ്യുമെങ്കിലും ഇത് തെറ്റാണെന്നുള്ളൊരു ചിന്ത യാനിന്റെ ഉള്ളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഇപ്പോ ഇതൊക്കെ ഒന്ന് ആലോചിച്ചെടുത്തിട്ട് എന്തായാലും ഇവനൊരു കാര്യവും ഓർമ്മയില്ല, അപ്പോ ഇത് വെച്ച് തന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കണമെന്നും പറഞ്ഞ്, അതൊന്നും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, നിനക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഹെൽപ്പ് ഞാൻ ചെയ്തതല്ലേ, അതിന്റെ നന്ദി നീ എനിക്ക് തിരിച്ച് കാട്ടിയാൽ മാത്രം മതി, എന്തായാലും നിന്നെയും കൂടി ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പോകണമെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് 5 ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ കിമ്മിനെ കാണാനായിട്ട് ഞാൻ ചെല്ലും. അവിടെയാണെങ്കിലും ഭയങ്കരമായിട്ട് തൊഴിലാളികള് സമരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് നേരെ കിമ്മിന്റെ അടുത്തേക്ക് ചെല്ലും. എന്താ ഇവിടെ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറൊന്നുമല്ല, ഞാൻ കുറച്ചു പേരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടായിരുന്നു, ഇവർക്ക് പകരമായിട്ട് ഞാൻ കുറച്ച് മെഷീൻസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു, അതിന്റെ പ്രക്ഷോഭമാണ് നടക്കുന്നതെന്നും പറഞ്ഞ് അയാളാണെങ്കിൽ മൈൻഡ് ഒന്നും ചെയ്യാണ്ട് നടന്നു പോകും. ഇത് കാണുമ്പോ യാനിന് എന്തോ പോലെയാകും. ഒട്ടും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരാളായിട്ട് മാറിയിട്ടുണ്ടല്ലോ ഇയാളെന്നും പറഞ്ഞ് നിൽക്കാണ്. ആക്ച്വലി 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് അവിടെയുള്ള തൊഴിലാളികൾക്ക് 3 മാസമായിട്ട് സാലറി ഒന്നും കൊടുക്കാണ്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോ അതിനുള്ള ഒരു സമരവും കൂടിയാണ് അവിടെ നടക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് PA വന്ന് യാനിന്റെ അടുത്ത് പറയും. എന്തായാലും 5 ഗ്രൂപ്പിന്റെ കൂടെ ഒരു കോൺട്രാക്ട് വെക്കുന്നത് ഇത്തിരി റിസ്ക് ആണെന്ന് പറയും. എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം, പിന്നെ അവിടെയുള്ള തൊഴിലാളികളുടെ അടുത്ത് കൂടി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണമെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് വർക്കൊക്കെ കഴിഞ്ഞ് സിയയും സിയാനും കൂടിയിട്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. സിയാനാണെങ്കിലും ഒരു കൊടയൊക്കെ പിടിച്ച്, എന്തായാലും നിന്നെ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറയും. അതൊന്നും വേണ്ട, എന്റെ ബോയ് ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇനി എപ്പോഴാ വരുന്നത്, ഇനി നീ അവനെ വെയിറ്റ് ചെയ്ത് നിന്നാല് നാളെ രാവിലെയേ വീട്ടിലെത്തുള്ളൂ, അതുകൊണ്ട് വാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്നും പറഞ്ഞ് സിയാൻ ഭയങ്കരമായിട്ട് സിയനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് ഹീറോ അങ്ങോട്ടേക്ക് സ്റ്റൈലായിട്ട് നടന്നു വരും. ഞാൻ ലേറ്റ് ആയി പോയോ ബേബി? ഏയ് ലേറ്റ് ആയില്ല, ഞാനിപ്പോ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറയും. എന്നാ വാ നമുക്ക് പോവാന്നും പറഞ്ഞ് ഹീറോ അവന്റെ കോട്ടൊക്കെ സിയയുടെ മേത്തൊക്കെ ഇട്ട് അവളെ സേഫ് ആയിട്ട് കൂട്ടിക്കൊണ്ടു പോകും. ഇത് കാണുമ്പോ സിയാന്റെ ചെവിട്ടിൽ നിന്ന് പുക വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നന്നായിട്ട് വയറെരിയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് എത്തും. അല്ല, നീ എന്തിനാണ് കറക്റ്റ് ടൈമിന് എന്നെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ്, ഞാൻ നിന്നെ പിക്ക് ചെയ്യാനായിട്ടൊന്നും വന്നതല്ല, ഞാൻ ജസ്റ്റ് അതിലേ കൂടി നടന്നു പോയപ്പോ നീ സിയാന്റെ കൂടെ നിൽക്കുന്നത് കണ്ടു, പിന്നെ അവന്റെ മുമ്പിൽ നിന്റെ വില കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് വന്നതാന്ന് പറയും. ഇത് കേട്ട്
കേട്ട് സിയയും ക്യൂട്ടായിട്ടൊന്ന് ചിരിക്കും. ആ ടൈമിന് പിയുടെ അടുത്ത് നിന്നും കോള് വരും. ഇപ്പൊ പുറത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുമല്ലേ. നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരുന്ന വെയർ ഹൗസിലേക്ക് മഴ കാരണം ഒരുപാട് വെള്ളം കയറി. എല്ലാ ക്ലോത്തും നനഞ്ഞു പോയിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് ഡേ ഉണക്കി അത് സെയിൽ ചെയ്യാൻ നിന്നാ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് എന്നെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ സിയക്ക് പേടിയാകും. എന്തായാലും നീ അവിടെ നിൽക്ക്, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാന്നും പറഞ്ഞ് നടക്കും. ആ ടൈമിന് ഞാൻ വന്ന് സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പോയിട്ട് കുക്കീസ് ഉണ്ടാക്കി താന്ന് പറയും. എന്താ നീ കാണിക്കുന്നത്? ഞാൻ അർജന്റായിട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ, അത് നിനക്ക് മനസ്സിലാവുന്നില്ലേ നീനെ ചോദിക്കും. നിനക്ക് അർജന്റ് ആയാലും ശരി അർജന്റ് ആയില്ലേലും ശരി, ഞാൻ തന്ന എഗ്രിമെന്റ് പേപ്പറിൽ എനിക്ക് വിശക്കുമ്പോഴൊക്കെ നിന്റെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി തരണമെന്ന് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നീ മറന്നു പോയോ നീനെ ചോദിക്കും. പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് ഞാനിനെയും ചീത്ത പറഞ്ഞ് സിയ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് അകത്തേക്ക് പോകും. ആ ടൈമിന് ഹീറോന്റെ പിയെനെ കോള് ചെയ്യും. സിയ എവിടെ നിന്നാണ്, ആരുടെ അടുത്ത് നിന്നാണ് ക്ലോത്ത് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്, അയാളെ പോയി കണ്ട് സിയ വാങ്ങുന്ന അതേ മെറ്റീരിയൽ വാങ്ങി സിയയുടെ വെയർ ഹൗസിലേക്ക് കൊടുക്കണം. ഞാനാണ് ഇതിന്റെ പുറകിലുള്ളതെന്ന് ആരും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. കുറച്ചു കഴിയുമ്പോൾ സിയയും ഞാൻ പറഞ്ഞ പോലെ തന്നെ കുക്കീസ് ഒക്കെ ഉണ്ടാക്കി ടേബിൾ മേലേക്ക് വെച്ച് പെട്ടെന്ന് അവിടെ നിന്ന് പോവാനായിട്ട് ശ്രമിക്കും. ആ ടൈമിന് സിയയുടെ പിയെ കോള് ചെയ്യും. മാഡം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല, നനഞ്ഞുപോയ ക്ലോത്ത് എല്ലാം മിസ്റ്റർ ജിൻ റീപ്ലേസ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രോബ്ലം എല്ലാം സോൾവ് ആയി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിയക്ക് ഒരുപാട് ഹാപ്പി ആകും. ഇതിന്റെ പിന്നില് ഞാനാണെന്നൊന്നും സിയ ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടില്ല. സിയയുടെ ഫേസിലുള്ള സന്തോഷം കാണുമ്പോൾ തന്നെ എന്താ പ്രോബ്ലം എല്ലാം സോൾവ് ആയി എന്ന് തോന്നുന്നു. ഇനി ഇവിടെ ഇരുന്ന് എന്റെ കൂടെ ഈ കുക്കീസ് കഴിച്ചുകൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇറ്റ്സ് ഓക്കെ, എനിക്ക് വേണ്ട, എനിക്കിപ്പോ വിശക്കുന്നില്ല എന്ന് സിയ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പുള്ളിക്കാരിയുടെ വയറിൽ നിന്ന് സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങും. നീ ഇപ്പോ ഇവിടെ നിന്ന് നുണ പറഞ്ഞാലും നിന്റെ വയറുതെ അത് നുണയാണെന്ന് കാട്ടി തന്നു. ഇനി എന്തായാലും അവിടെ ഇരുന്ന് ആ കുക്കീസ് കഴിക്കാൻ പറയും. അങ്ങനെ പുള്ളിക്കാരിയും അവിടെ ഇരുന്ന് ഒരു കുക്കീസ് എടുത്ത് കഴിക്കും. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നീ ഇത് കഴിച്ചു നോക്കിയാന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലാന്ന് പറയുമ്പോ തന്നെ സിയ ഒരു കുക്കീസ് എടുത്ത് നീട്ടും. ഞാനാണെങ്കിലോ അത് കൈ കൊണ്ട് വാങ്ങാണ്ട് പെട്ടെന്ന് അത് കഴിക്കാനായിട്ട് പോകും. ഇത് കാണുമ്പോൾ സിയ പയ്യെ കൈ പിന്നിലേക്ക് വലിക്കും. അപ്പൊ തന്നെ ഞാൻ അവളുടെ കൈയിലേക്ക് കയറി പിടിച്ച് ആ കുക്കീസ് കഴിക്കും. ആ ടൈമിന് പഴയ കാര്യങ്ങളെല്ലാം എന്തോ ഓർമ്മ വരുന്നുണ്ട്. ഇവള് സ്കൂൾ കാലഘട്ടത്തിൽ ആർക്കോ ഒരു കുക്കീസ് കൊടുക്കുന്ന പോലെ, ആർക്കാണെന്ന് ഓർമ്മയൊന്നും വരുന്നില്ല. ഇവള് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണല്ലോ ഒരു ആക്സിഡന്റ് പറ്റിയതും പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോയതും. ഇപ്പോ അതൊക്കെ കുറച്ചായിട്ട് ഓർമ്മ വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹീറോയിനെ പിക്ക് ചെയ്യാനായിട്ട് ഹീറോ യാദൃച്ഛികമായിട്ടൊന്നും വന്നതല്ല. പുറത്ത് ഭയങ്കര മഴ പെയ്യുന്ന കാണുമ്പോ സിയ ഈ മഴയില് നനഞ്ഞു പോവേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷനില് തന്റെ ഗേൾഫ്രണ്ട് നനഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഏറ്റവും ചെറിയ കുട എടുത്തുകൊണ്ട് വരും. ആക്ച്വലി വലിയ കുട എടുക്കാത്തതിന്റെ കാരണം ചെറിയ കുടയാവുമ്പോ രണ്ടുപേരും കൂടി അടുത്തടുത്ത് വരാമല്ലോ, അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെറിയ കുടയും എടുത്ത് പോയതാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഞാൻ റൂമിലേക്ക് കയറി നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. പെട്ടെന്ന് അവിടെ കറണ്ട് പോകും. ആ കറണ്ട് പോയ കൂട്ടത്തിൽ തന്നെ സിയയുടെ ഭയങ്കരമായിട്ടുള്ള ഒച്ചയും കേൾക്കും. അപ്പൊ തന്നെ ഞാൻ സിയയുടെ റൂമിലേക്ക് ഓടിച്ചെല്ലും. സിയ ആണെങ്കിലോ ഒരു മൂലക്ക് മാറി നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ഞാൻ ഓടി അടുത്തേക്ക് ചെല്ലും. എന്താ മോളെ, എന്താ പറ്റിയതെന്ന് എന്നെ ചോദിക്കും. എനിക്ക് പേടിയാകുന്നു. ഞാൻ ഹൈസ്കൂളിന് മുമ്പുള്ള ഒരു കാര്യവും എനിക്ക് ഇത്രയും നാള് ഓർമ്മയില്ലായിരുന്നു. അതൊക്കെ ഇപ്പോ എനിക്ക് കുറച്ചായിട്ട് ഓർമ്മ വന്നോണ്ടിരിക്കുകയാണ്. ഹൈസ്കൂൾ കാലഘട്ടത്തില് ഞാനും ഡാഡും കൂടി കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചു. അതിൽ എന്റെ ഡാഡ് മരിച്ചുപോയി. എന്റെ പഴയ ഓർമ്മകളും നശിച്ചു. ഇപ്പോഴേ അതെല്ലാം തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. അതൊന്നും എനിക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല. ഏകദേശം ഒരു ഹണ്ടിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇരുന്ന് കരയും. ഇത് കാണുമ്പോ ഞാനും വല്ലാത്ത സങ്കടം വരും. നീ പേടിക്കണ്ട, നിന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് എന്നും ഞാൻ ഉണ്ടാകും. താഴെയില്ലേ നല്ല തണുപ്പാണ്, ഇവിടെ ഇരിക്കണ്ട, വാ ബെഡിലേക്ക് ഇരിക്കാന്നും പറഞ്ഞ് എഴുന്നേൽക്കും. പക്ഷേ സിയക്കാണെങ്കിലോ വല്ലാണ്ട് പേടിയായിട്ട്, പ്ലീസ് നീ പോവരുത്, എന്റെ അടുത്ത് തന്നെ നിൽക്ക്, എനിക്ക് പേടിയാവുന്നു എന്നും പറഞ്ഞ് ഒരുമാതിരി ശിവർ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവളുടെ ഈ ഒരു അവസ്ഥ കണ്ട് ഞാനും ഒരു സങ്കടമൊക്കെ വന്ന് അങ്ങനെ അവളുടെ കൂടെ ഇരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹീറോ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിയെ അടുത്തേക്ക് വരും. സാർ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 5 ഗ്രൂപ്പിന്റെ എല്ലാ ബ്രാഞ്ചിലും ചെന്ന് അന്വേഷിച്ചു. ചൈനയിൽ മൊത്തം ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ബ്രാഞ്ചിൽ നിന്നും പല അഭിപ്രായങ്ങളാണ് വന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇതിൽ നിന്ന് എനിക്കൊന്നും ഐഡന്റിഫൈ ചെയ്യാനും പറ്റിയില്ല എന്ന് പറയും. ഇപ്പോ എംപ്ലോയീസിന്റെ ഒപ്പീനിയൻ അല്ലേ നീ കേട്ടത്, ഇനി എംപ്ലോയീസിന്റെ ഒക്കെ ഒരു ഹെഡ് ഉണ്ടാവില്ലേ, അവരുടെ കൂടി ഒപ്പീനിയൻ നീ അന്വേഷിച്ചറിഞ്ഞു വാന്നും പറഞ്ഞ് പിയെനെ പറഞ്ഞു വിടും. അതേ ടൈം സിയെനെ കാണിക്കാണ്. പുള്ളിക്കാരി
പുള്ളിക്കാരി നൈറ്റ് ഹീറോ തന്റെ അടുത്ത് വന്നിരുന്നതും തന്നെ ആശ്വസിപ്പിച്ചതും എല്ലാം ഓർത്ത് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിന് പുള്ളിക്കാരിയുടെ PA അകത്തേക്ക് കയറി വരും. മിസ്റ്റർ ജിൻ റീപ്ലേസ് ചെയ്ത് തരാന്ന് പറഞ്ഞ ഫാബ്രിക്സ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. നമ്മുടെ വെയർ ഹൗസില് തുണികളെല്ലാം ഇരിക്കുന്നുണ്ട്, അതെല്ലാം നനഞ്ഞുമാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്ക് അവിടെ വെക്കാനായിട്ട് കഴിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ സിയയും ഒന്നാലോചിച്ചിട്ട്, എന്തായാലും മിസ്റ്റർ കിമ്മിന് വേണ്ടിയിട്ടല്ലേ അടുത്ത പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അയാളുടെ വെയർ ഹൗസിൽ നമുക്ക് ഇറക്കാനായിട്ട് പറയാം, അതാ നല്ലതെന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് PA പോവാനായിട്ട് നിൽക്കുമ്പോ സിയ PAനെ സ്റ്റോപ്പ് ചെയ്യും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഒരു ഫ്രണ്ട് റീസെന്റ് ആയിട്ട് എപ്പോഴും അവളുടെ ഫ്രണ്ടിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും അവനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ പേര് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. ഇതിനൊരു ഡൗട്ടും ഇല്ല മാഡം, ഇതിനെയാണ് ലവ് എന്ന് പറയുന്നത്. ആ പെൺകുട്ടിക്ക് ആ പയ്യനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഓ അങ്ങനെയാണോ? അപ്പൊ എന്റെ ഫ്രണ്ടിന് അവളുടെ ഫ്രണ്ടിനോട് തോന്നിയ ഇഷ്ടം തിരിച്ചും ആ പയ്യന് എന്റെ ഫ്രണ്ടിനോട് ഉണ്ടോന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ മാഡം, അത് കുറച്ച് കഷ്ടമാണ്. ആൺകുട്ടികളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്നാലും ആ പെൺകുട്ടി വിചാരിച്ചാൽ അത് പുറത്ത് കൊണ്ടുവരാനും കഴിയും. ഓ അങ്ങനെയാണോ? അതെങ്ങനെയാണെന്ന് സിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് PAയുടെ അടുത്ത് ചോദിക്കും. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ആ പറഞ്ഞ ഫ്രണ്ട് സിയയാണെന്ന് PAക്ക് മനസ്സിലാകും. മാമിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ആ പയ്യനുമായിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാൻ പറ, അതല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒരു മൂവി കണ്ടാലും മതി. അതും നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവി കാണണം. അങ്ങനെയുള്ള റൊമാൻറ്റിക് സീൻസ് ഒക്കെ കണ്ട അപ്പൊ തന്നെ പ്രപ്പോസൽ പോലും നടക്കും. അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്ന പറയും. ഓ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവീസ് ഒക്കെ കാണണമല്ലേ, നിനക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ മാഡം, റൊമാൻറ്റിക് മൂവി ഒന്നും ഞാൻ കാണാറില്ല. നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള ഫ്രാൻസിസ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരു റൊമാൻറ്റിക് മൂവി അഡിക്റ്റ് ആണ്. അവന്റെ അടുത്ത് ചോദിച്ചാൽ നല്ല മൂവീസ് ഒക്കെ സജസ്റ്റ് ചെയ്ത് തരുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ തന്നെ പോയിക്കോ, എന്നിട്ട് നല്ല റൊമാൻറ്റിക് മൂവിയുടെ പെൻഡ്രൈവ് വല്ലതും വാങ്ങിച്ചുകൊണ്ട് വന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സിയ PAനെ പറഞ്ഞഴക്കും. അതേ ടൈം ഹീറോന്റെ PA ഹീറോന്റെ അടുത്തേക്ക് വരും. സാർ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയീസിന്റെ ഹെഡിന്റെ അടുത്തേക്ക് ചെന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. പക്ഷെ എല്ലാവരും ഒരേപോലെയാണ് ആൻസർ പറയുന്നത്. അവിടെ എന്തോ ഒരു വലിയ സ്കാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാ എംപ്ലോയീസും ഒരേ ആൻസർ പറയുന്നത്. എന്തോ ഒരു വലിയ പ്രോബ്ലം ആ കമ്പനിയിൽ ഉണ്ടെന്ന് പറയും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. എന്നാലും നമുക്ക് ആ കമ്പനിയിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്പൈനെ ആ കമ്പനിയിലേക്ക് അഴക്കാൻ നോക്കുന്ന പറയും. ഓക്കെ എന്നും പറഞ്ഞ് PAയും അവിടെ നിന്ന് പോകും. അങ്ങനെ ഹീറോ വീട്ടിലിരിക്കുമ്പോ ഹീറോയിനകത്തേക്ക് കയറി വരും. ഓ നിന്റെ ജോബൊക്കെ കഴിഞ്ഞാൽ നേരത്തെ വന്നു, എന്തായാലും നല്ല സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുവായിരിക്കില്ലേ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മൂവി കണ്ടാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓക്കെ നമുക്ക് കാണാന്ന് ഹീറോയും പറയും. അങ്ങനെ സിയ ഫ്രാൻസിസിന്റെ കയ്യിൽ നിന്നെടുത്ത ആ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് മൂവി കാണാനായിട്ട് ഇരിക്കും. അപ്പോഴാണ് അവിടെ വലിയൊരു സംഭവം നടക്കുന്നത്. ആക്ച്വലി ഈ ഫ്രാൻസിസിന്റെ അടുത്ത് വേറൊരു എംപ്ലോയി 18+ കണ്ടന്റ് ഉള്ള മൂവി വല്ലതും തരാനായിട്ട് പറയും. അയാളാണെങ്കിലോ ഹീറോയിന് കൊടുക്കാനായിട്ടുള്ള ആ മൂവിയുടെ പെൻഡ്രൈവും ഈ 18+ കണ്ടന്റ് ഉള്ള മൂവിയുടെ പെൻഡ്രൈവും ഒരേ സ്ഥലത്താണ് വെക്കുന്നത്. ഇതറിയാണ്ട് ഹീറോയിന്റെ PA വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ആ 18+ കണ്ടന്റ് ഉള്ള പെൻഡ്രൈവ് ആണ്. അതാണിപ്പോ TV കണക്ട് ചെയ്ത് രണ്ടുപേരും കാണാനായിട്ട് ഇരിക്കുന്നതും. ആദ്യമൊക്കെ നോർമൽ ആയിട്ടാണ് പോകുന്നത്. അതിലാണെങ്കിലോ ആ ഹീറോയിൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ കാണുമ്പോ, ഇത് കണ്ടോ, ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, ഒരു മാച്ചിങ്ങും ഇല്ല, ടോപ്പും ബോട്ടവും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്, ഇതാരാണാവോ ഡിസൈൻ ചെയ്തത്, അയാളെ എന്റെ കൈ കിട്ടിയ തലക്കിട്ടടിച്ച് ഞാൻ പറഞ്ഞു വിടുമെന്നൊക്കെ പറഞ്ഞ് മൂവി ഒരു മൂവി ആയിട്ട് കാണാണ്ട് അതിൽ തന്റെ പ്രൊഫഷനും കൂടി ആഡ് ചെയ്ത് മൂവി കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ഞാനും ഇതെന്ത് പെണ്ണാണെന്നുള്ള രീതിയിൽ സിയനെ തന്നെ നോക്കും. കുറച്ചു കഴിയുമ്പോ അതിലെല്ലാ സംഭവങ്ങളും മാറി 18+ കണ്ടന്റ് അങ്ങോട്ട് കയറി വരും. ഇത് കാണുന്ന ഞാനിനെയാണെങ്കിൽ ചിരി അടക്കാനേ പറ്റുന്നില്ല. എന്തായാലും റിലാക്സ് ആയിട്ട് കാണാൻ പറ്റിയ മൂവിയാണെന്നുള്ള രീതിയിൽ സിയനെ നോക്കും. സിയയുടെയും കൈയും കാലും ഒക്കെ വെറുതെ പെട്ടെന്ന് TV ഓഫ് ആക്കും. അയ്യോ എന്റെ എല്ലാ മനവും പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും പറഞ്ഞൊന്നും മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ച് അതെനിക്ക് അറിയില്ലായിരുന്നു ഇത് എന്ത് മൂവിയാണെന്ന്. സോറി അറിയാണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. എന്തായാലും അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ഇവളുടെ ഈ റിയാക്ഷൻ ഒക്കെ കണ്ട് ഞാനിന് ചിരി അടക്കാനേ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയി, അതെല്ലാം നീ മായ്ച്ചു കളഞ്ഞേക്ക്. എന്തായാലും നമ്മളിപ്പോ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുവാണല്ലോ, അതിൽ നിന്ന് റിലീഫ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത്, സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് ആവാനായിട്ട് ട്രൈ ചെയ്യാന്നോ, അങ്ങനെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അന്ന് നമ്മുടെ ജിയയും പറയും. എന്നാലും അതെന്തായിരിക്കും എന്നും പറഞ്ഞ് ഞാനും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും.
എന്തോ റൊമാൻറ്റിക് ആയിട്ട് വലിയ സംഭവം നടക്കാൻ പോവാന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ ചിന്തിച്ചിരിക്കുവാണ്. അതേ ടൈം സിയ നേരെ പോയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ തന്നെ പറ്റി എന്താണ് ചിന്തിച്ചു വെച്ചിട്ടുള്ളത്, തന്നോട് വല്ല ഫീലിങ്സും ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഡ്രിങ്ക്സിൽ എന്തോ ഒന്ന് കലക്കിയിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി വെക്കും. ഇത് കാണുമ്പോൾ ഞാനും ഇതിനാണോ ഇത്രക്ക് ബിൽഡപ്പ് കൊടുത്തെന്നുള്ള രീതിയിൽ ആ പൊടി മിക്സ് ചെയ്യാത്ത ഗ്ലാസ് അങ്ങാട് കയ്യിലേക്ക് എടുത്ത് വെക്കും. ഇത് കാണുമ്പോൾ സിയ ഒന്ന് ഷോക്കാകും. അപ്പൊ തന്നെ ഞാനും എന്താ സിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്ന് പറഞ്ഞ് ആ പൊടി മിക്സ് ചെയ്ത ഡ്രിങ്ക്സ് എടുത്ത് അങ്ങോട്ട് കുടിക്കും. അപ്പൊ തന്നെ ഞാനും ഇപ്പൊ നിനക്ക് സ്ട്രെസ് റിലീഫ് ആയോ എന്ന് ചോദിക്കും. എന്ത് റിലീഫ് ആവാൻ, ഇപ്പോഴല്ലേ തുടങ്ങിയതെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയി ഫുൾ ബോട്ടിലും അടിച്ചങ്ങോട്ട് തീർക്കും. പിന്നെ അങ്ങടെ അലമ്പ് തുടങ്ങുവാണ്. യോജിങ്ങാൻ, നീ എന്തൊരു ഹോട്ടാണടാ, നിന്നെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് നല്ല രീതിക്ക് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ ഞാനും വല്ലാണ്ടൊക്കെ ആവുന്നുണ്ട്. എന്താ നീ കാണിക്കുന്നത്, മാറുമാറെന്നും പറഞ്ഞ് തള്ളി നീക്കാനായിട്ട് പോകുമ്പോ മിണ്ടരുത് നീ, എനിക്ക് നിന്നെ കണ്ടിട്ട് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് ചെല്ലും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് പിയുടെ അടുത്ത് ഗ്രൂപ്പിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിച്ചോന്ന് ഞാൻ ചോദിക്കും. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, ഒരുപാട് എവിഡൻസും കളക്ട് ചെയ്തിട്ടുണ്ട്. 3 മാസമായിട്ട് അവർ ഒരുപാട് ഫ്രോഡ് പണികൾ ആ കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്. അത് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ എംപ്ലോയീസിനെയൊക്കെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. എന്തായാലും ഞാൻ ചിന്തിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ, എന്തായാലും ഇന്ന് തന്നെ ആ എവിഡൻസ് എല്ലാം പബ്ലിക് ആക്കിയേക്കെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകും. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാണ്ട് സിയ ആണെങ്കിലോ ഇന്ന് വരുന്ന ഫാബ്രിക്സ് എല്ലാം മിസ്റ്റർ കിമ്മിന്റെ ഗോഡൌണിലേക്ക് അയച്ചേക്ക്. ക്ലോത്ത്സ് ഒക്കെ ഓക്കെ ആണോന്ന് 2 പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്തേക്കണം. ഇന്ന് എന്തായാലും മിസ്റ്റർ കിം നമ്മുടെ എഗ്രിമെന്റിൽ സൈൻ ചെയ്യും. അപ്പോ നാളെ മുതൽ നമുക്ക് വർക്ക് തുടങ്ങേണ്ടതാന്ന് പറയും. ഓക്കെ മാഡം, ഞാൻ എന്തായാലും ക്രോസ് ചെക്ക് ചെയ്തേക്കാം. അല്ല മാഡം, ഞാൻ ഇന്നലെ ഒരുപാട് ഐഡിയാസ് ഒക്കെ പറഞ്ഞു തന്നായിരുന്നല്ലോ, അത് മാഡത്തിന്റെ ഫ്രണ്ട് എക്സിക്യൂട്ട് ചെയ്തോന്ന് ഇങ്ങനെ ചോദിക്കും. എന്തിനാണ് ഇപ്പോ അത് ഓർമ്മിപ്പിക്കുന്നത്, എന്തായാലും ആ ഒരു പെൻഡ്രൈവ് എടുത്തുകൊണ്ട് പോയിക്കോന്ന് പറയും. എന്ത് പറ്റി മാഡം, എന്തെങ്കിലും പ്രോബ്ലം പറ്റുമോ എന്ന് ചോദിക്കും. വലിയ പ്രോബ്ലം ഒന്നും പറ്റിയില്ല, എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഇന്നലെ കുടിച്ച് ബോധം ഇല്ലാണ്ടായി പോയി, അതുകൊണ്ട് തന്നെ നൈറ്റ് എന്താ നടന്നതെന്ന് പുള്ളിക്കാരിക്ക് ഓർമ്മയില്ല എന്ന് പറയും. അതിനെന്താ മാഡം, ആ ഫ്രണ്ട് അല്ലേ കുടിച്ച് ബോധം ഇല്ലാണ്ടായത്, ബോയ് ഫ്രണ്ടിന് എന്തായാലും ബോധം ഉണ്ടായിരിക്കുമല്ലോ, അപ്പോ ബോയ് ഫ്രണ്ടിനോട് ചോദിക്ക് ഇന്നലെ എന്താ നടന്നതെന്ന്, അപ്പോ അറിയാൻ പറ്റുമെന്ന് വിയയും ഒരു ഐഡിയ എടുത്തിടും. ഈ കാര്യം ഞാൻ മറന്നുപോയല്ലോ, ഈ ഐഡിയ എന്തായാലും കൊള്ളാന്നും പറഞ്ഞ് പുള്ളിക്കാരി നേരെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണെങ്കിലോ ഞാൻ സിയനെ കണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാണ്. അല്ല സിയാൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ നൈറ്റ് കുറിച്ച് ബോധമില്ലാണ്ടായതിനു ശേഷം എന്താ ഇവിടെ നടന്നതെന്ന് ചോദിക്കും. നൈറ്റ് നടന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും അറിയണമെങ്കിൽ നീ എന്റെ അടുത്തേക്ക് വന്നറിയും. അങ്ങനെ സിയ അടുത്തേക്ക് വരുമ്പോ തന്നെ സിയ ചെയ്ത പോലെയൊക്കെ ഞാനും ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നേരെ സിയയുടെ അടുത്തേക്ക് ചെല്ലും. യോജിങ്ങാൻ, നീ എന്തൊരു ഹോട്ടാണടാ, നിന്നെ പോലുള്ള ഒരാളെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് കിസ് ചെയ്യാനായിട്ടൊക്കെ പോയിട്ടുണ്ടാവില്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഹീറോ കാണിച്ചു കൊടുക്കും. അയ്യേ, ഞാനിത് എന്ത് പണിയായി കാണിച്ചു വെച്ചെന്നും പറഞ്ഞ് സിയക്ക് തന്നെ വല്ലാത്തൊരു നാണമൊക്കെ വരും. അതേ ടൈം പിയെ വലിയൊരു പ്രോബ്ലം നടന്നു എന്നും പറഞ്ഞ് സിയയുടെ അടുത്തേക്ക് ഓടി വരും. ഗ്രൂപ്പ് ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഫ്രോഡ് പരിപാടിയും ഇപ്പൊ പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ പാർട്ട്ണർഷിപ്പിലുള്ള എല്ലാ കമ്പനികൾക്കും വൻ നഷ്ടമാണ് വരാൻ പോകുന്നത് എന്നുള്ള ന്യൂസ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് സിയ ഒന്ന് ഷോക്കായിട്ട്, അല്ല ഞാൻ അയച്ചു തന്ന എഗ്രിമെന്റ് നീ അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു എന്ന് ചോദിക്കും. മാഡം, കഴിഞ്ഞ ദിവസം നൈറ്റ് തന്നെ ആ ഫയല് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു, ഇപ്പോ വേണമെങ്കിൽ അവര് ആ ഫയലില് സൈൻ ചെയ്ത് കാണുമെന്ന് പറയും. അയ്യോ, എല്ലാം പോയി, എന്റെ കയ്യിലുള്ള എല്ലാം പോയി എന്നും പറഞ്ഞ് സിയ പേടിച്ച് നേരെ ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് ചെല്ലും. ഞങ്ങള് കഴിഞ്ഞ ദിവസം നൈറ്റ് അയച്ച ഫയല് സൈൻ ചെയ്തായിരുന്നു എന്ന് ചോദിക്കും. അയ്യോ മാഡം, ഞങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പാണ് സാറിന്റെ അടുത്തേക്ക് കൊടുത്തു വിട്ടത്, ഇപ്പൊ വേണമെങ്കിൽ സാർ അതില് സൈൻ ചെയ്ത് കാണുമെന്നും പറഞ്ഞ് സിയനെ അവരാണെങ്കിൽ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം ഞാൻ നേരെ മിസ്റ്റർ കിമ്മിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലും. സിയയുടെ ഫയലില് നിങ്ങൾ സൈൻ ചെയ്യാൻ പാടില്ല എന്നറിയും. എന്തുകൊണ്ട് സൈൻ ചെയ്യാൻ പാടില്ല, അല്ല സിയയുമായിട്ട് നിനക്ക് എന്താ ബന്ധം എന്ന് ചോദിക്കും. ബന്ധമുണ്ടോ ഇല്ലയോ അതൊന്നും ഇവിടെ മാറ്ററേയല്ല, ഇപ്പൊ നിങ്ങളുടെ പേരിൽ ഒരു വലിയ കേസുണ്ട്, ആ ഒരു കേസിൽ പോയിട്ട് സിയനെ പോലെ ഒരുപാട് ഡ്രീമുള്ള പെൺകുട്ടിയുടെ ക്യാഷ് ഒന്നും നഷ്ടമാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞെന്ന് പറയും. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉള്ള സ്ഥലമാണ്, ഇവിടെ ഒരുപാട് ക്യാഷ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്റെ പേരിൽ ചെറിയൊരു കേസല്ലേ ഉള്ളൂ, ആ കേസെല്ലാം മാറി ഞാൻ ചിലപ്പോ ബാക്ക് ടു ഫോമിലേക്കും എത്താന്ന് പറയും. ഇപ്പൊ അതൊന്നും ഇവിടെ മാറ്ററേയല്ല, ഇപ്പോ ഇത് ജസ്റ്റ് ഒരു ഗോസിപ്പ് മാത്രമാണ്, നീ എന്തൊക്കെ ഫ്രോഡ് പരിപാടികൾ കാണിച്ചിട്ടുണ്ട്
ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ഈ ഗോസിപ്പ് ഞാൻ ആ എവിഡൻസ് പുറത്തു വിട്ട് കഴിഞ്ഞാല് അതൊരു വലിയ കേസായിട്ട് തന്നെ മാറും. നീ സിയുടെ കോൺട്രാക്റ്റില് സൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ എന്തായാലും ഈ എവിഡൻസ് എല്ലാം പബ്ലിക് ആക്കും. എന്ത് വേണം നീ തന്നെ തീരുമാനിച്ചോന്നറിയും. ഇത് കേൾക്കുമ്പോ തന്നെ മിസ്റ്റർ കിമ്മും ഒന്ന് പേടിച്ച് ബാക്ക് അടിക്കും. ആ ടൈമിനാണ് സിയ അകത്തേക്ക് കയറി വരുന്നത്. സോറി മിസ്റ്റർ കിം, ഇവിടെ ചെറിയൊരു പ്രോബ്ലം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ നമുക്ക് ഈ കോൺട്രാക്ട് വേണ്ട. പിന്നീട് ഒരിക്കല് ഞാൻ നല്ലൊരു പ്രോജക്റ്റുമായിട്ട് വരാന്ന് പറയും. നല്ലൊരു ചാൻസ് ആണ് കയ്യിലിരുന്ന് വെച്ചത്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നു. ഞാനും അതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് മിസ്റ്റർ കിമ്മും പിന്മാറി നിൽക്കും. അങ്ങനെ ഞാനും വേറൊന്നും മിണ്ടാണ്ട് സിയനെയും കൂടി പുറത്തേക്ക് പോകും. ഈ ഞാൻ ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് സിയനെ ഇത്രയ്ക്കും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് കിമ്മും ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ വിളിച്ച് യാനിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് പറയും. യാനിന് ഇനി ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഉണ്ടാകുമോ? അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്താല് ഹീറോനെയും അസിസ്റ്റന്റിനെയും കാണിക്കാണ്. സിയ ഇനി എന്തായാലും ഫൈ ഗ്രൂപ്പുമായിട്ട് ഒരു ബിസിനസ്സും റൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോ അവൾക്ക് വരുന്ന ഫാബ്രിക്സ് അവൾ ഇനി എവിടെ വെക്കും? നമ്മുടെ കീഴില് വല്ല ഗോഡൌണും ഉണ്ടെങ്കിൽ കുറഞ്ഞ വാടകയ്ക്ക് അവൾക്ക് തന്നെ കൊടുത്തേക്കെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് സിയയും ഗോഡൌണൊന്നും കിട്ടാണ്ട് സങ്കടപ്പെട്ടിരിക്കായിരിക്കും. ആ ടൈമിന് PA വരും. കുറഞ്ഞ വാടകയ്ക്ക് ഒരു വെയർ ഹൗസ് വന്നിട്ടുണ്ട്, നമുക്കത് ഓക്കെ ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓ എന്തായാലും ദൈവം രക്ഷിച്ചു, ഞാനും ഇതിനു വേണ്ടിയാ വെയിറ്റ് ചെയ്തിരുന്നത്. എത്രയും പെട്ടെന്ന് അതിനുള്ള പ്രോസസ് ഒക്കെ ചെയ്തോന്നറിയും. ഓക്കെ മാഡം, പിന്നെ മാഡത്തിന്റെ അടുത്ത് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. ഞാനുമായിട്ടുള്ള കോൺട്രാക്ട് തീരാനായിട്ട് 4 ദിവസം മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാനാണ് മാഡത്തിന്റെ പ്ലാൻ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ എന്ത് ചെയ്യാനാണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് മിസ്റ്റർ കിമ്മുമായിട്ടുള്ള കോൺട്രാക്ട് ക്യാൻസൽ ആയി പോയില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് അവന്റെ കൂടെയുള്ള കോൺട്രാക്ട് ഇനിയും ഒരു 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. നീ എന്തായാലും ഇതിന്റെ കൂടെ അതിന്റെ ഒരു പ്രോസസ്സും കൂടി ചെയ്തോന്നറിയും. ഓക്കെ എന്നും പറഞ്ഞിട്ട് എല്ലാ ഫയൽസും എടുത്തിട്ട് അസിസ്റ്റന്റ് നേരെ പുറത്തേക്ക് വരും. ആ ടൈമിന് സിയാൻ ഓപ്പോസിറ്റ് വന്ന് അസിസ്റ്റന്റിനെ മേത്തടിക്കും. അങ്ങനെ അസിസ്റ്റന്റിന്റെ കയ്യിലുള്ള ഫയൽസ് എല്ലാം നിലത്തേക്ക് വീഴും. ആ ടൈമിന് സിയാനും മാരേജ് കോൺട്രാക്ടിന്റെ ആ ഒരു ഫയലും കൂടി കാണും. ഇത് കാണുമ്പോൾ സിയ എല്ലാവരെയും പറ്റിച്ച് അവളുടെ അച്ഛന്റെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് യാനിനെ കോൺട്രാക്ട് മാരേജ് ചെയ്തതെന്ന് സിയാന് മനസ്സിലാകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് സിയ യാനിന്റെ അടുത്ത് നാളെയോടുകൂടി തന്നെ നമ്മുടെ കോൺട്രാക്ട് അവസാനിക്കുകയാണ്, നെക്സ്റ്റ് നീ എന്തെങ്കിലും പ്ലാൻ വെച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് വലിയ പ്ലാൻ ഒന്നും ഇല്ല എന്ന് പറയും. എനിക്കും വലിയ പ്ലാൻ ഒന്നും ഇല്ല. എന്തായാലും നമ്മുടെ കോൺട്രാക്ട് തീരുന്നത് കൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പോകാം. മിസ്റ്റർ കിമ്മുമായിട്ടുള്ള പ്ലാനിങ് ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നിനക്ക് ചെയ്തു തന്ന പ്രോമിസ് എനിക്ക് നിറവേറ്റാനായിട്ടും സാധിച്ചില്ല. പിന്നെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനിയും കുറച്ചു നാളും കൂടി ഇവിടെ താമസിക്കാം. പിന്നെ ഒരു 6 മാസത്തേക്കും കൂടിയുള്ള കോൺട്രാക്ട് നമുക്ക് ഇടാന്ന് പറയും. അതൊന്നും വേണ്ട, കോൺട്രാക്ട് ഒന്നും വേണ്ടാന്ന് പെട്ടെന്ന് തന്നെ ഞാനും പറയും. അതെന്തുകൊണ്ടാണ് കോൺട്രാക്ട് വേണ്ടാന്ന് പറഞ്ഞേന്ന് ഇങ്ങനെ ചോദിക്കും. ഒരു കോൺട്രാക്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് പറയും. ആക്ച്വലി നമ്മുടെ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് കോൺട്രാക്ട് ഒന്നും വേണ്ട, നമുക്ക് റിയൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആകാന്നുള്ള രീതിയിൽ പ്രപ്പോസ് ആണ് ചെയ്തത്. പക്ഷേ സിയക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോ അവന് എന്റെ കൂടെ നിന്ന് എന്നെ ടോർച്ചർ ചെയ്യണം, അതാണ് കാരണം. എന്തായാലും ഇവന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോകില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി മനസ്സിലൊന്ന് പ്ലാൻ ചെയ്ത് ഞാൻ അവിടെ നിന്ന് മാറിയതൊക്കെ തന്നെ പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് വാച്ച് വെച്ച് നിലത്തിട്ട് പൊട്ടിക്കും. എന്തായാലും ഈ വാച്ച് വെച്ച് തന്നെ ഞാൻ അവനെ പൂട്ടുമെന്നും പറഞ്ഞ് ഞാൻ നടന്നു വരുമ്പോ നേരെ യാനിന്റെ മേത്തേക്ക് ചെന്നടിക്കും. എന്തോ ഇടിച്ച കൂട്ടത്തില് ആ ഒരു വാച്ച് നിലത്ത് വീണ് പൊട്ടിയ പോലെയൊക്കെ ആക്ട് ചെയ്യും. ഭയങ്കര സങ്കടത്തില് ആ വാച്ച് എടുക്കും. എന്താ നീ കാണിച്ചത്? എന്റെ ഫേവറേറ്റ് വാച്ചാണ്, ഇതെന്റെ ഗ്രാൻഡ് മാ മരിക്കുന്നതിന് മുമ്പ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്, എന്റെ ഹാർട്ടിനോട് ചേർന്നിരിക്കുന്ന ഒരു വാച്ചാണ്. എന്തായാലും നീ ഇത് പൊട്ടിച്ചു, അതുകൊണ്ട് നിനക്കൊരു പണിഷ്മെന്റ് ഉണ്ട്. 3 വർഷം എന്തായാലും നീ എന്റെ കൂടെ തന്നെ നിൽക്കണോന്ന് പറയും. ഞാനാണെങ്കിലോ ഒന്നും മിണ്ടാണ്ട് സിയയുടെ നേർക്ക് നടക്കും. സിയക്കും പേടിയായിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ തന്നെ ഞാൻ സിയനെ ലോക്ക് ചെയ്യും. എന്താ നിന്റെ വാച്ചൂരി നിലത്തിട്ട് പൊട്ടിച്ചിട്ട് അതെന്റെ തലയിലേക്ക് എടുത്ത് ഇടുവാണോ? എന്താ നിനക്ക് വേണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. സിയക്കാണെങ്കിലോ പേടിയായിട്ട് നൈസായിട്ട് മുങ്ങാനായിട്ട് നോക്കും. അപ്പൊ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നിനക്കിപ്പോ എന്താ വേണ്ടത്? 3 വർഷം നിന്റെ കൂടെ നിൽക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും എനിക്ക് പ്രോബ്ലം ഇല്ല, 3 വർഷം ഞാൻ നിന്റെ കൂടെ നിന്നോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിയൊക്കെ ഒരുപാട് ഹാപ്പി ആകും. എന്നാലും പാതിക്ക് വെച്ച് തന്നെ ഇവൻ എന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടി വരും. അങ്ങനെ നേരെ ചെന്ന് ഒരു കോൺട്രാക്ട് പേപ്പറുമായിട്ട് വരും. അങ്ങനെ യാനിനെ നോക്കി എങ്ങനെ ഇവന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യും, എങ്ങനെ ഇവന്റെ കയ്യിൽ നിന്ന് ഇതിൽ സൈൻ വാങ്ങുമെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്തിരി റഗഡ് ഗേളിനെ പോലെ പോയിട്ട് അവന്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങാന്ന് ചിന്തിക്കും. അയ്യോ അത് ഇത്തിരി ഓവറായി പോകും, ഇച്ചിരി റൂഡായ പോലെ ഉണ്ടാവില്ലേ, ചിലപ്പോ അവൻ എന്നെ കണ്ട് പേടിച്ച്
പേടിച്ച് ഓടാനും ചാൻസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അടുത്തത് റൊമാൻറ്റിക് ആയിട്ട് ട്രൈ ചെയ്യാന്നും പറഞ്ഞ് പുള്ളിക്കാരി റൊമാൻറ്റിക് ആയിട്ട് ട്രൈ ചെയ്യുന്ന പോലെയൊക്കെ ചിന്തിക്കും. ഒന്ന് കറങ്ങിയൊക്കെ ചെന്ന് ഹീറോനെ ഒന്ന് സെഡ്യൂസ് ചെയ്ത് സൈൻ വാങ്ങാനായിട്ടൊക്കെ നോക്കും. പക്ഷെ അത് ആലോചിച്ചു കഴിയുമ്പോൾ സിയക്ക് വോമിറ്റിംഗ് ആണ് വരുന്നത്. എന്താണിത്, എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇങ്ങനെയൊന്നും വേണ്ട, ഇതിനേലും നല്ലത് നോർമൽ ആയിട്ട് ട്രൈ ചെയ്യുന്നതാണെന്നും പറഞ്ഞിട്ട് യാനിന്റെ അടുത്തേക്ക് പോവാനായിട്ട് നിൽക്കും. ആ ടൈമിനാണ് ജിയക്ക് കോള് ചെയ്യുന്നത്. നിന്നെ കുറിച്ച് ഒരു സീക്രട്ട് എനിക്കറിയാം, എത്രയും പെട്ടെന്ന് നീ എന്നെ വന്ന് കാണാനായിട്ട് പറയും. ഇത് കേട്ട് പേടിച്ചാണ് സിയാനെ കാണാനായിട്ട് ചെല്ലുന്നത്. ചെന്ന ഉടനെ തന്നെ സിയാനും, നീ നിന്റെ ഫാദറിന്റെ സ്വത്തൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്റെ ഫാദറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടും കൂടി യാനിനെ നീ കോൺട്രാക്ട് മാരേജ് അല്ലേ ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം എന്റെ ഫാദർ അറിഞ്ഞാല് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നിനക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. യാനിന്റെ ജീവന് പോലും ആപത്തായിരിക്കും. ഞാൻ എന്തായാലും ഈ കാര്യം എന്റെ ഫാദറിന്റെ അടുത്ത് പറയാണ്ടിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ യാനിനെ ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് പറയും. അതുമല്ലാണ്ട് സിയാന്റെ കയ്യില് ഇവള് യാനുമായിട്ട് ഇട്ട കോൺട്രാക്ടിന്റെ ഒരു പേപ്പേഴ്സ് ഉണ്ട്. ഇതും കൂടി കാണുമ്പോൾ സിയക്ക് പേടിയാകും. എന്തായാലും നിങ്ങൾ യാനിനെ ഒന്നും ചെയ്യരുത്. എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സെൽഫിഷ് ആയിട്ട് ആലോചിച്ചാണ് യാനിനെ ഈ പ്രോബ്ലത്തിലേക്ക് തള്ളിയിട്ടത്. ഞാൻ എന്തായാലും അവനെ ബ്രേക്കപ്പ് ചെയ്തോളാം, നിങ്ങൾ അവനൊന്നും ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ എന്തായാലും അവനൊന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് ആ കോൺട്രാക്ട് പേപ്പർ സിയയുടെ കയ്യിൽ കൊടുത്തിട്ട് സിയാൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. പക്ഷെ ആ പേപ്പേഴ്സിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇവളെ ജസ്റ്റ് ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് സിയാൻ ഇങ്ങനെ ഒരു അടവെടുത്തത്. പാവം നമ്മുടെ സിയ ഇതൊന്നും അറിയാണ്ട് എല്ലാ സത്യങ്ങളും സിയാന്റെ അടുത്ത് തുറന്നു പറയും. പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, പുള്ളിക്കാരി നേരെ വീട്ടിലേക്ക് വന്ന് ആ പേപ്പേഴ്സ് ഒക്കെ നശിപ്പിച്ചോണ്ടിരിക്കായിരിക്കും. ആ ടൈമിന് യാൻ വന്ന് ഇതെല്ലാം കാണും. എന്ത് പറ്റി സിയ, കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നില്ല എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, ഇനി അതിന്റെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നിനക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയും. ഓ അങ്ങനെയാണോ കാര്യങ്ങള്, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ പോയിക്കോളാം. പാരീസിൽ എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നൈറ്റാണ് ഫ്ലൈറ്റ് എന്ന് പറയും. ഓ അപ്പൊ നീ ഇന്ന് നൈറ്റ് പോകുമോ? ഇന്ന് നൈറ്റ് എനിക്കൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്, അതുകൊണ്ട് നിന്നെ സെൻഡ് ഓഫ് ചെയ്യാൻ വരാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. ബെസ്റ്റ് ഓഫ് ലക്ക് എന്നും പറഞ്ഞിട്ട് സിയ അവിടെ നിന്ന് നടന്നു പോകും. യാനിനാണെങ്കിലോ വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. വല്ലാണ്ട് ഫീൽ ചെയ്ത് സിയ പോകുന്നത് നോക്കി നിൽക്കും. അങ്ങനെ നൈറ്റുമാകും. സിയ ഒറ്റക്ക് മാറിയിരുന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. തന്റെ മനസ്സിനുള്ളിലുള്ള സ്നേഹം അവനോട് തുറന്നു പറയാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വല്ലാണ്ട് യാനിനെ ആലോചിച്ച് ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് കറണ്ട് പോകും. ഇരുട്ടായാൽ തന്നെ സിയ പാനിക് ആകുമല്ലോ. അങ്ങനെ വല്ലാണ്ട് പേടിച്ചിരിക്കും. ആ ടൈമിനാണ് കയ്യിൽ നിന്നൊരു വെളിച്ചം വരുന്നതായിട്ട് സിയ ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോ ഞാൻ ഒരു തവണ ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ്. ഓൾറെഡി ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കലും തന്നെ ഇരുട്ടത്ത് ഒറ്റക്കാക്കി പോവില്ലാന്ന്. ഞാനിപ്പോ അവളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും അവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോ സിയക്ക് വല്ലാണ്ട് ഫീൽ ആകും. എന്തായാലും അവനെ വിടാനായിട്ട് പാടില്ല എന്നും പറഞ്ഞ് ഓടി വീടിന് പുറത്തേക്ക് വരും. പ്ലീസ് ഞാൻ, നീ എന്നെ വിട്ടിട്ട് പോവരുത്, എനിക്ക് നിന്നെ ആവശ്യമാണ്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് ഒച്ചത്തില് വിളിച്ചൊക്കെ പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങും. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഓൾറെഡി പോയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോൾ സിയക്ക് വല്ലാണ്ട് സങ്കടമൊക്കെ വന്ന് കരഞ്ഞോണ്ടിരിക്കും. ആ ടൈമിനാണ് പോയ ഞാൻ തിരിച്ചു വരുന്നത്. സോറി, ഞാൻ ഈ വീടിന്റെ കീയാണ് എടുത്തുകൊണ്ട് പോയതെന്നും പറഞ്ഞിട്ട് സിയയുടെ കയ്യിലേക്ക് ആ കീ കൊടുത്തിട്ട് ഞാൻ പോവാണെന്നും പറഞ്ഞ് നടക്കും. അപ്പൊ തന്നെ സിയ ഓടി വന്ന് ബാക്കിൽ കൂടി ഞാനിനെ ഹഗ് ചെയ്യും. പ്ലീസ് ഞാൻ, നീ എന്നെ വിട്ടിട്ട് പോവരുത്, എനിക്ക് നിന്നെ മിസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, നീ എന്റെ കൂടെ തന്നെ വേണം, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷെ ഞാനാണെങ്കിലോ ഞാൻ നിന്റെ അടുത്ത് നിന്നും ഇങ്ങനെയൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ജിയക്ക് വല്ലാണ്ട് ഫീൽ ആകും. അപ്പോ എനിക്ക് മാത്രമേ അവന്റെ മേത്ത് ഫീലിങ്സ് ഉള്ളൂ, അവൻ എന്റെ മേത്ത് ഫീലിങ്സ് ഇല്ല, ഞാൻ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്നും പറഞ്ഞിട്ട് ജിയ ഭയങ്കര ഫീൽ ചെയ്ത് നടക്കും. അപ്പൊ തന്നെ ഞാനും ഭയങ്കര ഇമോഷണൽ ആയിട്ട് തിരിയും. എപ്പോഴും ബോയ്സ് ആണ് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യുന്നത്, പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയി വന്നു. അത് ഞാൻ നിന്റെ അടുത്ത് നിന്നും അക്സെപ്റ്റ് ചെയ്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്റെ കൂടെ ലൈഫ് ലോങ് നീ ഉണ്ടാകുമോ എന്നും ചോദിച്ച് ഞാൻ അപ്പൊ തന്നെ സിയനെ പ്രപ്പോസ് ചെയ്യും. എനിക്കും ഇതാണ് വേണ്ടതെന്നും പറഞ്ഞിട്ട് യാനിന്റെ പ്രപ്പോസല് സിയ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി ഹഗ് ചെയ്ത് നിൽക്കും. ആക്ച്വലി നമ്മുടെ യാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് സിയനെ തിരിച്ച് വീണ്ടും മീറ്റ് ചെയ്യണോന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് സിയയുടെ വീടിന്റെ കീ എടുത്തുകൊണ്ട് പോയത് പോലും. എന്തായാലും യാനിന്റെ പ്ലാൻ സക്സസ് ആയി. തിരിച്ചു വന്നത് കൊണ്ട് രണ്ടുപേരും ഒന്നായിട്ടുണ്ടല്ലോ. അങ്ങനെ നെക്സ്റ്റ് ഡേ സിയ നേരെ ഓഫീസിലേക്ക് വരും. ആ ടൈമിനാണ് പുള്ളിക്കാരിയുടെ സെക്രട്ടറിയും മിസ്റ്റർ കിം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് അയാളുടെ ഷെയർസ് എല്ലാം വിറ്റ് ഫോറിനിൽ പോയി സെറ്റിൽ ആവാനായിട്ട് പ്ലാൻ ചെയ്യുവാണെന്ന് ന്യൂസിലെല്ലാം പറയുന്നുണ്ടായിരുന്നു എന്നറിയും. എന്തായാലും ലാസ്റ്റ് മിനിറ്റിൽ അയാള് ആ ഒരു പ്രപ്പോസലില് സൈൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ട് സിയ ഭയങ്കര ആശ്വസിച്ച് നിൽക്കും. അതേ ടൈം സിയാനാണെങ്കിലോ മിസ്റ്റർ കിമ്മിന്റെ കൂടെ പാർട്ട്
പാർട്ട്ണർഷിപ്പ് വെച്ചിരുന്ന എല്ലാവരെയും വിളിച്ചു വരുത്തും. എന്തായാലും നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള കാശ് എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ മിസ്റ്റർ കിം നിങ്ങൾക്ക് തരുന്ന പ്രൊഡക്റ്റിനേലും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരാന്ന് പറയും. എന്തായാലും അവർക്കും വേറെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോന്റെ പ്രപ്പോസലിന് അവരെല്ലാവരും ഓക്കെ അടിക്കും. ഇപ്പോ ഹീറോന്റെയും ഹീറോയിന്റെയും ബിസിനസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഓൾറെഡി രണ്ടുപേരും നല്ല രീതിക്ക് ലവ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് സ്മൂത്ത് ആയി പോകുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ഉരുകി ലവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ തന്നെ രണ്ടുപേരും കൈയൊക്കെ കോർത്ത് പിടിച്ച് നടന്നു വന്നോണ്ടിരിക്കായിരിക്കും. ആ ടൈമിനാണ് സിയാന്റെ കോള് സിയക്ക് വരുന്നത്. നീ എനിക്കൊരു പ്രോമിസ് ചെയ്തു തന്നു, പക്ഷെ അത് പാലിക്കാനായിട്ട് നിനക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫാദറിന്റെ അടുത്ത് നീയും ഞാനും കോൺട്രാക്ട് മാരേജ് ആണ് ചെയ്തതെന്നുള്ള വിവരം പറയാനായിട്ട് പോവാണെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് പേടിച്ച് സിയ യാനിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇത് കേട്ട് യാനും നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. നീ എന്തായാലും പേടിക്കണ്ട, എനിക്ക് നീയും ഇമ്പോർട്ടന്റ് ആണ്, എന്റെ ഫാദറിന്റെ കമ്പനിയും ഇമ്പോർട്ടന്റ് ആണ്. കമ്പനിക്ക് വേണ്ടി നിന്നെയും നിനക്ക് വേണ്ടി കമ്പനിയും ഞാൻ കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും പറ്റുന്ന പോലെ ഫൈറ്റ് ചെയ്ത് നോക്കാന്നറിയും. അപ്പൊ തന്നെ ഞാനും ആരംഭത്തിൽ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ലീഡ് ചെയ്തു പോയത്. പക്ഷെ പോകെ പോകെ നമ്മളുടെ രണ്ടുപേരുടെ ഉള്ളില് റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് മാരേജ് ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ജിയക്ക് ആദ്യം ഒന്ന് ഷോക്കിംഗ് ആവുമെങ്കിലും പിന്നീടൊന്ന് ആലോചിച്ചിട്ട് ഓക്കെ നമുക്ക് മാരേജ് ചെയ്യാന്നറിയും. പിന്നെ എന്താണ് പ്രോബ്ലം, രണ്ടുപേരുടെയും മാരേജ് ഇവിടെ നടക്കാനായിട്ട് പോവാണ്. പക്ഷെ ഇതിനിടയിൽ ഒരുപാട് പ്രോബ്ലംസും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും മാരേജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. സിയ ആണെങ്കിൽ ഓഡിയോ റൂമിലേക്ക് പോയി ഓരോ ഡ്രസ്സായിട്ട് ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ 2-3 ഡ്രസ്സ് ട്രൈ ചെയ്തതിന് ശേഷം അവസാനം ഒരു ഡ്രസ്സ് ഫൈനലൈസ് ചെയ്യും. എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ ഇട്ടു, ഞാൻ എന്തായാലും ഈ ടൈ കെട്ടട്ടെ എന്ന് പറഞ്ഞ് ഒരു ടൈ എടുത്ത് ഞാനത് കെട്ടാനായിട്ട് പോകും. അപ്പൊ തന്നെ സിയ പിടിച്ചു വാങ്ങിയിട്ട് ഇനി മുതല് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാനാണ് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞ് റൊമാൻറ്റിക് ആയിട്ട് യാനിന്റെ അടുത്തേക്ക് വരും. ഇപ്പൊ എന്തോ സംഭവിക്കും എന്നുള്ള രീതിയിൽ യാനും അവളെ അപ്രോച്ച് ചെയ്യും. എന്തായാലും ഇപ്പൊ വേണ്ട, നമുക്ക് ആദ്യം പോയിട്ട് മാരേജ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് ഇവരുടെ ഒരു രീതിയിൽ മാരേജ് ഒക്കെ ചെയ്യും. പിന്നെ എന്താണ്, രണ്ടുപേരുടെയും റൊമാൻസ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ട് റൊമാൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് അങ്കിളിന്റെ അടുത്ത് നിന്നും സിയക്ക് കോള് വരുന്നത്. സിയ എത്രയും പെട്ടെന്ന് എന്നെ കാണാനായിട്ട് ഓഫീസിലേക്ക് വരണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ സിയക്ക് പേടിയാകും. ഇനി സിയാനെങ്ങാനും ഹീറോന്റെ കാര്യം അങ്കിളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് പുള്ളിക്കാരി ഓടിക്കതച്ച് ഓഫീസിലേക്ക് എത്തുന്നത്. ഉടനെ തന്നെ അങ്കിളും ഞാൻ നിനക്ക് ഫാൻഡി എന്ന പേരുള്ള വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ സിഇഒയുടെ അടുത്ത് സംസാരിക്കാനായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും നീ തന്നെ നേരിട്ട് പോയി ആ സിഇഒനെ കാണ്. എന്നിട്ട് നിന്റെ ബിസിനസിനെ കുറിച്ച് അയാളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും എഗ്രിമെന്റ് സൈൻ ചെയ്തു കൊണ്ടുവാ. ഈ ഒരു പ്രപ്പോസൽ നിനക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാമല്ലോ, എന്തായാലും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയും. എന്തായാലും ഹീറോന്റെ കാര്യം സിയാൻ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോ കുറച്ച് ആശ്വാസമൊക്കെ വരും. എന്തായാലും ഓക്കെ അങ്കിൾ, ഞാനിത് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തോളാന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരും. ആ ടൈമിന് സിയാന്റെ മാനേജർ ഓടി വന്നിട്ട് സിയയുടെ കയ്യിൽ ഒരു എഗ്രിമെന്റ് പേപ്പർ കൊടുക്കും. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സിയയുടെയും യാനിന്റെയും ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ, അതായത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇത് കാണുമ്പോൾ സിയക്ക് ഒരുപാട് ദേഷ്യം കയറും. അങ്ങനെ തന്നെ സിയാന് കോള് ചെയ്യും. എന്താ നീ എന്നെ വിളിച്ചത്, എന്തായാലും നിന്റെ കയ്യിൽ ആ എഗ്രിമെന്റ് പേപ്പർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് അറിയാം, എത്രയും പെട്ടെന്ന് അതിൽ സൈൻ ചെയ്യും. അതിനുശേഷം യാനിന്റെയും സൈൻ വാങ്ങ്, എന്നിട്ട് ആ പേപ്പർ എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരണം. നിങ്ങളുടെ ഇടയിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിന്റെ അങ്കിളിന്റെ അടുത്ത് പറയുമെന്നറിയും. ഇത് കേൾക്കുമ്പോ സിയ ഒരുപാട് പേടിക്കും. അങ്ങനെ തന്നെ യാനിന് കോള് ചെയ്യും. ഒരുപാട് തവണ കോള് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ കോൾ എടുക്കുന്നില്ല. അങ്ങനെ ടെൻഷനായിട്ടിരിക്കും. പക്ഷെ യാനാണെങ്കിൽ ഓൾറെഡി ഹീറോയിന്റെ അങ്കിളുമായിട്ട് ബിസിനസിന്റെ എന്തോ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ കോൾ എടുക്കാണ്ടാവുമ്പോ നേരെ ഫാക്ടറി എന്നുള്ള കമ്പനിയുടെ സിഇഒനെ കാണാനായിട്ട് പോകും. അതായത് നമ്മുടെ ഹീറോയാണ് ഈ ഫാക്ടറി എന്നുള്ള കമ്പനിയുടെ സിഇഒ. അത് ഇതുവരേക്കും നമ്മുടെ സിയാക്ക് അറിയാനേ പാടില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലേഡി പുറത്തേക്ക് ഇറങ്ങി വരും. സോറി മാഡം, ഞങ്ങളുടെ സാറ് ആരെയോ മീറ്റ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയേക്കുവാണ്, ഇതുവരെയായിട്ടും തിരിച്ചു വന്നില്ല, എപ്പോ വരുമെന്നും അറിയില്ല. സാറ് വരുമ്പോ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഞങ്ങൾക്കൊരു പ്രോബ്ലവും ഇല്ല എന്ന് പറയും. ഓൾറെഡി സിയക്ക് യാനിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ യാനിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള പേടിയില് എന്തായാലും
കുഴപ്പമില്ല, ഞാൻ പിന്നീട് വരാന്നും പറഞ്ഞ് യാനിനെ കാണാനായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ യാനും അങ്കിളും ഇരുന്ന് എന്തോ സംസാരിച്ച് യാൻ അങ്കിളിന്റെ കയ്യിൽ നിന്ന് ഏതോ ഒരു എഗ്രിമെന്റ് പേപ്പർ വാങ്ങി അതിൽ സൈൻ ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കാണുമ്പോ തന്നെ സിയക്ക് പേടിയായിട്ട് വേണ്ട അതിൽ സൈൻ ചെയ്യണ്ടെന്നും പറഞ്ഞ് ഓടി വന്ന് ആ ഒരു എഗ്രിമെന്റ് പേപ്പർ തുറന്നു നോക്കും. പക്ഷെ ഇവൾ ഉദ്ദേശിച്ച ഒന്നും തന്നെ അതിലില്ല. ഇത് കാണുമ്പോ അങ്കിളിനും നിനക്ക് എന്താ പ്രോബ്ലം, ഞാൻ ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്താ നിനക്ക് എന്താ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്കിളിനൊരു മറുപടി കൊടുക്കാനായിട്ട് സിയക്കും പറ്റുന്നില്ല. ആകെ ഒന്ന് പേടിച്ചൊക്കെ നിൽക്കും. ഇവളുടെ ഫേസ് കാണുമ്പോ തന്നെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അങ്കിളിന് മനസ്സിലാകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് അങ്കിളിന്റെ അടുത്ത് സിയ നടന്ന കാര്യങ്ങൾ ആരംഭം മുതലുള്ള എല്ലാ കാര്യങ്ങളും അങ്കിളിന്റെ അടുത്ത് തുറന്നു പറയുവാണ്. ഇത് കേൾക്കുമ്പോ അങ്കിളിനും ഒരുപാട് ടെൻഷൻ ആകും. നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, നീ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയൊന്നും അല്ല, ആരെന്ന് പോലും അറിയാത്ത ഒരു പയ്യനെയും വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ പോയി നിങ്ങൾ രണ്ടുപേരും കൂടി താമസിക്കുന്നു, എന്താ ഇതൊക്കെ കുട്ടിക്കളിയായിട്ടാണോ നീ കാണുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. സോറി അങ്കിൾ, ആരംഭത്തിൽ ഞങ്ങളൊരു കോൺട്രാക്ട് റിലേഷൻഷിപ്പിലാണ് ഉണ്ടായിരുന്നതെങ്കിലും പോകെ പോകെ പരസ്പരം മനസ്സിലാക്കി ലവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പതേ ഞങ്ങളുടെ മാരേജും കഴിഞ്ഞു. അങ്കിൾ നിങ്ങൾ എന്തായാലും എന്നെ വിശ്വസിക്കണം, ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. ആ ഓക്കെ, എന്തായാലും നിന്റെ ലൈഫ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. പക്ഷെ അതും പറഞ്ഞ് നിന്റെ കരിയർ നീ തുലച്ചു കളയരുത്. ഇപ്പൊ തന്നെ മിസ്റ്റർ ജെയ്സനെ നീ പോയി മീറ്റ് ചെയ്യാണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്ന് ഇങ്ങനെ ചോദിക്കും. അതായത് ഫാക്ടറി എന്നുള്ള കമ്പനിയുടെ സിഇഒനെ കാണാണ്ട് എന്തിനാണ് വന്നതെന്നാണ് അങ്കിൾ ചോദിക്കുന്നത്. അപ്പൊ തന്നെ സിയ സോറി അങ്കിൾ, എന്തായാലും ഇപ്പൊ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, എനിക്കൊരു 3 ദിവസം അങ്കിൾ ടൈം തരണം, അതിനുള്ളിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എല്ലാം തിരുത്തി മിസ്റ്റർ ജെയ്സനെ മീറ്റ് ചെയ്ത് ഞാൻ എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിച്ചോളാന്ന് പറയും. അതേ ടൈം സിയാൻ നേരെ യാനിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. എത്രയും പെട്ടെന്ന് നീ സിയയുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോണോന്ന് പറയും. പക്ഷെ നമ്മുടെ ഹീറോ അതിന് സമ്മതിക്കോ? എന്ത് കഷ്ടം വന്നാലും എന്ത് നഷ്ടം വന്നാലും ഞാൻ സിയയുടെ കൂടെ ഉണ്ടാകും, ലൈഫ് ലോങ് അവളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിയാനും ഒരുപാട് ദേഷ്യം കയറും. എത്ര നാള് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുമെന്ന് നമുക്ക് കാണാം. അധികം വൈകാതെ തന്നെ സിയ അവളുടെ ലൈഫിൽ നിന്ന് നിന്നെ തുരത്തി ഓടിക്കും. അത് ഞാൻ കൺകുളിർക്കി കാണും. എന്തായാലും അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെന്ന് പറയും. പക്ഷെ ഇതൊന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അങ്ങനെ സിയ വരുമ്പോ ഞാൻ സിയയുടെ കൂടെ പോകും. ആ ടൈമിന് സിയയും ഞാൻ മിസ്റ്റർ ജെയ്സനെ കാണാനായിട്ട് ഫാക്ടറി എന്നുള്ളൊരു ബിസിനസ് ഗ്രൂപ്പിലേക്ക് പോയിരുന്നു. അവിടെ ചെന്നിട്ട് ഒരുപാട് തവണ ഞാൻ നിന്നെ കോൾ ചെയ്തു. നീ കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പേടിച്ച് പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കും. ആക്ച്വലി ഫാക്ടറി കമ്പനിയുടെ സിഇഒ മിസ്റ്റർ ജെയ്സൺ നമ്മുടെ ഹീറോയാണ്. അത് ഹീറോയിന് അറിയില്ലല്ലോ. പുള്ളിക്കാരനാണെങ്കിൽ എങ്ങനെ ഇത് തുറന്നു പറയൂ എന്നുള്ള രീതിയിൽ ഒരു റിയാക്ഷൻ കിട്ടി നിൽക്കും. അപ്പൊ തന്നെ സിയ അല്ല, നീ ഫാക്ടറി കമ്പനിയിലെ മോഡലല്ലേ, അപ്പോ നിനക്ക് മിക്കവാറും മിസ്റ്റർ ജെയ്സനെ അറിയാമായിരിക്കുമല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, ഞാൻ മിസ്റ്റർ ജെയ്സനുമായിട്ട് അത്രക്ക് ക്ലോസ് ഒന്നും അല്ലാന്നും പറഞ്ഞ് വേറൊന്നും പറയാണ്ട് നൈസായിട്ട് നമ്മുടെ ഞാൻ അവിടെ നിന്ന് സ്കൂട്ടാകും. എന്തായാലും പ്രൊഫഷണൽ ലൈഫിലോ സക്സസ് ആയില്ല, ഇനി പേഴ്സണൽ ലൈഫിലെങ്കിലും എങ്ങനെയെങ്കിലും സക്സസ് ആവണമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ സിയ വീട്ടിലേക്ക് ചെന്നിരുന്ന് പിഎക്ക് മെസ്സേജ് അയക്കും. എങ്ങനെയാണ് ഈ ബോയ്സിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെ അവരെ നമ്മൾ കവർ ചെയ്ത് പിടിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ പിഎയും 3 ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഹീറോയിനായിട്ട് അയച്ചു കൊടുക്കും. അതിൽ ഫസ്റ്റ് വൺ, നിങ്ങൾ ഏറ്റവും രുചിയുള്ള ഭക്ഷണം നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഒരു സൂപ്പ് ഉണ്ടാക്കി യാനിന്റെ മുൻപിൽ വെക്കും. അങ്ങനെ യാനും അത് കുടിച്ചു കഴിയുമ്പോ തന്നെ സിയക്കാണെങ്കിൽ എക്സൈറ്റ്മെന്റ് താങ്ങാനേ പറ്റുന്നില്ല. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, സൂപ്പർ ആണോ എന്നൊക്കെ ഇങ്ങനെ പുറകെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ യാനും എന്തായാലും നീ തന്നെ കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോന്നും പറഞ്ഞ് കുറച്ച് സൂപ്പ് എടുത്ത് കൊടുക്കും. അത് കുടിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ സിയക്ക് കാര്യം പിടികിട്ടുന്നത്. ഒരു തരത്തിലും ആ സൂപ്പ് കുടിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ തന്നെ അത് വോമിറ്റ് ചെയ്ത് കളയും. എന്തായാലും കുക്കിംഗ് പരിപാടി എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. ഇനി എന്തായാലും രണ്ടാമത്തെ ടിപ്പ് പരീക്ഷിച്ച് നോക്കാന്നും പറഞ്ഞ് അതൊന്ന് ആലോചിക്കും. വീട്ടിലുള്ള കാര്യങ്ങള് ഹസ്ബൻഡും വൈഫും കൂടി എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെ സിയ നമ്മുടെ യാനിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി വാഷ് ചെയ്ത് ഉണക്കി അതൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെക്കും. ഇത് കാണുമ്പോൾ യാനും ഒന്ന് ഇംപ്രസ് ആവുന്നൊക്കെയുണ്ട്. എന്തായാലും രണ്ടാമത്തെ ടിപ്പ് സക്സസ് ആയി. ഇനി മൂന്നാമത്തെ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹോട്ടായിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ്സും ഇട്ട് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് നിൽക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ടിപ്പ്. അപ്പോഴാണ് പുള്ളിക്കാരി ഒന്ന് ആലോചിക്കുന്നത്, ഹീറോന്റെ ഡ്രസ്സൊക്കെ ഒരുപാട് വാഷ് ചെയ്ത് മടക്കിയൊക്കെ വെച്ചല്ലോ, അതിന്റെ കൂടെ തന്നെ പുള്ളിക്കാരിയുടെ ഹോട്ടായിട്ടുള്ള നൈറ്റ് ഡ്രസ്സ് മടക്കി യാനിന്റെ വാർഡ്രോബിൽ വെച്ച കാര്യം എങ്ങനെയെങ്കിലും ഞാൻ അറിയാണ്ട് അത് എടുക്കണോന്ന് പറഞ്ഞിട്ട് നൈറ്റ് പമ്മി യാനിന്റെ റൂമിലേക്ക് ചെല്ലും. അങ്ങനെ വാർഡ്രോബ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ യാൻ എഴുന്നേക്കും. ഹലോ, എന്തിനാണ് നീ ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ സിയ ആണെങ്കിൽ ചമ്മി നാറി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പൊ തന്നെ യാനും എഴുന്നേറ്റ് നീ ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് ഈ
നൈറ്റ് ഡ്രസ്സ് എടുക്കാനല്ലേ, എന്തായാലും നീ തന്നെ കയ്യിൽ വെച്ചോന്ന് ഇങ്ങനെ പറയും. അതെ, ഞാൻ ഈ നൈറ്റ് ഡ്രസ്സ് എടുക്കാനായിട്ട് തന്നെ വന്നതാണ്, ഇനിയിപ്പോ ഇതുകൊണ്ട് ഒരു യൂസും ഇല്ലാന്നും പറഞ്ഞ് സിയ യാനിന്റെ കയ്യിൽ നിന്ന് ആ നൈറ്റ് ഡ്രസ്സ് തട്ടിപ്പറിച്ച് വാങ്ങി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ആ ടൈമിന് സിയയുടെ PA കോള് ചെയ്യും. മിസ്റ്റർ ജെയ്സൺ നാളെ എന്തായാലും അവരുടെ കമ്പനിയിലേക്ക് ചെല്ലും, അവിടെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതെന്തായാലും അറ്റൻഡ് ചെയ്യാണ്ടിരിക്കില്ല. ആ ടൈമിന് മാം നേരെ ചെന്ന് മിസ്റ്റർ ജെയ്സനെ മീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കുന്ന പറയും. എന്തായാലും ഈ ഒരു ചാൻസിന് വേണ്ടിയല്ലേ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്, മിസ്സാക്കില്ല എന്നും പറഞ്ഞ് സിയ അങ്ങനെ തന്നെ പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഞാൻ ഓഫീസിലിരിക്കുമ്പോ സെക്രട്ടറി വന്നു, കുറെ നേരമായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന് പറയും. ആരാണെന്ന് അറിയാനായിട്ട് ഞാനും PAയും അതേപോലെ സെക്രട്ടറിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരും. പുറത്താണെങ്കിലോ നമ്മുടെ സിയയാണ് ഞാനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ ഞാനൊന്ന് ഷോക്കാകും. പക്ഷേ സിയ ഇവനെ മൈൻഡ് ചെയ്യാണ്ട് അടുത്ത് നിൽക്കുന്ന PAയാണ് മിസ്റ്റർ ജെയ്സൺ എന്ന് വിചാരിച്ച്, ഹായ് മിസ്റ്റർ ജെയ്സൺ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതുമല്ലാണ്ട് ഞാൻ യൂണിബാൻഡിന്റെ ചെയർമാൻ കൂടിയാണ്, ഒരു പ്രോജക്റ്റിന്റെ വിഷയം നിങ്ങളെ കണ്ട് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് കയ്യും നീട്ടി നിൽക്കും. PAക്കാണെങ്കിലോ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള രീതിയിൽ ഞാനിനെ പയ്യെ തിരിഞ്ഞു നോക്കും. ഞാനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുമെന്നും പറഞ്ഞ് കണ്ണൊക്കെ കൊണ്ട് കാണിക്കും. PAക്കും ഇത് കാണുമ്പോ തന്നെ കാര്യം പിടികിട്ടും. എന്നാലും പുള്ളിക്കാരൻ തപ്പിത്തടഞ്ഞ് ഞാനാണ് മിസ്റ്റർ ജെയ്സൺ, നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും പറഞ്ഞിട്ട് ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുക്കും. അതിനിടയിൽ നമ്മുടെ യാനാണെങ്കിലോ ഇതേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, നല്ല പെൺകുട്ടിയാണെന്നും പറഞ്ഞിട്ട് ഹീറോയിനെ നല്ല രീതിക്ക് പൊക്കിയടിക്കുന്നൊക്കെയുണ്ട്. മിസ്റ്റർ ജെയ്സൺ, ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എന്റെ കയ്യിലൊരു സൂപ്പർ പ്രോജക്റ്റ് ഉണ്ട്, അതിനെപ്പറ്റി എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണം. നമ്മളിങ്ങനെ ബിസിനസിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മോഡല് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നതില് നിങ്ങൾക്ക് വല്ല പ്രോബ്ലവും ഉണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. പുള്ളിയാണെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല മിസ്റ്റർ ഹോസിംഗ്യാൻ, എന്റെ റൈറ്റ് ഹാൻഡ് ആണ്, ഞാൻ എന്ത് ഡിസൈഡ് ചെയ്യണമെങ്കിലും പുള്ളിയുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. എന്തായാലും ഹോസിംഗ്യാൻ, താങ്കൾ പോയിട്ട് എനിക്കും സിയക്കും കുടിക്കാനായിട്ട് 2 കോഫി എടുത്തുകൊണ്ട് വാന്നും പറഞ്ഞു വിടും. എടാ, കിട്ടിയ അവസരം നീ പാഴാക്കില്ലല്ലേ എന്നും പറഞ്ഞിട്ട് വേറെ നിവൃത്തിയില്ലാണ്ട് ഞാൻ പോയിട്ട് PAക്കും സിയക്കുമുള്ള കോഫിയൊക്കെ എടുത്തു കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ സിയ അവളുടെ പ്രോജക്റ്റിനെ കുറിച്ച് PAയുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഇതെല്ലാം മാറി നിന്ന് നമ്മുടെ യാനും കേൾക്കുന്നുണ്ട്. അതിനുള്ള ഒരു മറുപടി എങ്ങനെ പറയണമെന്ന് ആക്ഷനിലൂടെ PAക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ 3 പേരും കൂടി സംസാരിച്ച് സിയയുടെ പ്രോജക്റ്റ് ഓക്കെ അടിക്കും. അങ്ങനെ ഇത് കേട്ട് സിയയും ഭയങ്കര ഹാപ്പി ആയിട്ട് എന്റെ പ്രോജക്റ്റ് ഓക്കെ പറഞ്ഞതില് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് 3 പേരും കൂടി പുറത്തേക്ക് നടന്നു വരും. അപ്പൊ തന്നെ PA, ഹോസിംഗ്യാൻ, നീ എന്തായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, മാഡത്തിന് ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന പറയും. കിട്ടിയ ചാൻസ് ഒക്കെ ഇവൻ മുതലാക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനും വേറെ നിവൃത്തിയില്ലാണ്ട് ലിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവരടുത്ത് ബായൊക്കെ പറഞ്ഞ് നമ്മുടെ സിയ അവിടെ നിന്ന് പോകും. അപ്പൊ തന്നെ PA, സാർ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്, ഞാൻ എന്തായാലും ഈ സിറ്റുവേഷൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തില്ലേ, ഇതിന് നിങ്ങൾ എന്തായാലും എനിക്ക് ഇൻക്രിമെന്റ് തരണമെന്ന് പറയും. നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിടാണ്ടിരിക്കുന്നതാണ് നിനക്ക് ഞാൻ തരുന്ന ഇൻക്രിമെന്റ്. കിട്ടിയ ടൈമിനൊക്കെ നീ നിന്റെ ചാൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എന്നെ വെച്ച് നീ പണിയെടുപ്പിക്കുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. സാർ എന്താ പറയുന്നത്, ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ ആവശ്യമായിരുന്നു. എന്തായാലും ഓക്കെ, നിങ്ങൾ മാഡത്തിന് മാരേജ് ചെയ്തില്ലേ, ഇനിയെങ്കിലും ഈ കമ്പനിയുടെ ഓണറാണ് താങ്കൾ എന്ന് മാഡത്തിന്റെ അടുത്ത് തുറന്നു പറഞ്ഞൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ പെട്ടെന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തായാലും അതിനുവേണ്ടി ഒരവസരം വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുവാണെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് സിയാനെ കാണിക്കാണ്. മിസ്റ്റർ ജെയ്സൺ സിയയുടെ പുതിയ പ്രോജക്റ്റിന് ഓക്കെ അടിച്ചു, എഗ്രിമെന്റിൽ സൈൻ ചെയ്തു എന്നറിയുമ്പോ പുള്ളിക്കാരന് ഭയങ്കര ടെൻഷൻ ആകും. ആക്ച്വലി പുള്ളിക്കാരന്റെ മനസ്സിൽ സിയക്ക് ഒരു വഴിയും ഇല്ലാണ്ടാകുമ്പോ തന്റെ അടുത്ത് വന്ന് ഹെൽപ്പ് ചോദിക്കും. ആ ചാൻസ് യൂസ് ചെയ്ത് സിയനെയും യാനിനെയും പിരിച്ച് സിയനെ പുള്ളിക്കാരന് മാരേജ് ചെയ്യണം. അങ്ങനെ മാരേജ് ചെയ്യുമ്പോൾ സിയയുടെ ഫാദറിന്റെ സ്വത്തും കമ്പനീസിലും പ്രോപ്പർട്ടീസിലും കുറച്ച് ഷെയർ ഇയാൾക്ക് കിട്ടും. അതായിരുന്നു പുള്ളിയുടെ ഐഡിയ. പക്ഷെ ഇപ്പോ സിയക്ക് ആ ഒരു വലിയ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിനെ ഇനി എങ്ങനെ ഡിഫെൻസ് ചെയ്യാമെന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം സിയ PAനെ വിളിച്ച് അടുത്തിരുത്തും. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് പഴയ പോലെ ഒന്നും സംസാരിക്കുന്നില്ല, എന്തോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ തന്നെ PA, മാം, ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് തിരിച്ചു വന്നിട്ടുണ്ടാകാം. ഇങ്ങനെ ഒരു അവസരങ്ങൾ വരുമ്പോഴാണ് വൈഫിൽ നിന്ന് ഹസ്ബൻഡ്സ് ഒരകലം പാലിക്കുന്നതെന്ന് പറയും. അപ്പൊ തന്നെ സിയ, അല്ല നീയല്ലേ യാനിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തത്, ആ ടൈമിന് യാനിന് ഇങ്ങനെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അന്വേഷിച്ചായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ PAയും, ഞാൻ അന്വേഷിച്ചു, ആ ടൈമിന് ഒരു പെൺകുട്ടിയുമായിട്ട് ഞാൻ നിൽക്കുന്ന ഒരു പിക്കും കിട്ടി,
പക്ഷെ ആ ഒരു പിക്കിൽ ആ പെൺകുട്ടിയുടെ ഫേസ് അത്രക്ക് ക്ലിയർ ഒന്നും അല്ല. ചിലപ്പോ ഈ പെൺകുട്ടിയായിരിക്കും ഞാൻ എന്റെ എക്സ് എന്ന് ഇങ്ങനെ പറയും. എന്തായാലും നീ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ട് പിയനെ പറഞ്ഞയക്കും. എന്നാലും നമ്മുടെ ഹീറോയിന് യാനിനെ എങ്ങനെയെങ്കിലും സെഡ്യൂസ് ചെയ്യണം. പുള്ളിക്കാരനായിട്ട് കുളിച്ചിട്ട് നേരെ യാനിന്റെ റൂമിലേക്ക് ചെല്ലും. എനിക്ക് നിന്റെ ഹെയർ ഡ്രയർ വേണമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലും. യാനാണെങ്കിലോ നൈറ്റ് ഡ്രസ് ഇട്ട് നിൽക്കുവാണ്. യാനിന്റെ സിക്സ് പാക്ക് ഒക്കെ കാണുമ്പോ സിയക്ക് ഭയങ്കരമായിട്ട് ടെംപ്റ്റ് ആവാനായിട്ട് തുടങ്ങും. അയ്യോ, ഇവൻ സിക്സ് പാക്ക് ഒക്കെ വെച്ച് ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും. അല്ല, ഞാൻ എന്തിനാ കൺട്രോൾ ചെയ്യുന്നത്? ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതല്ലേ, അപ്പൊ പിന്നെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങനെ ഒരു രീതിയിൽ യാനിനെ അപ്രോച്ച് ചെയ്യും. പക്ഷെ യാനിനാണെങ്കിലും ഒന്നും മനസ്സിലായില്ല. പുള്ളിക്കാരൻ നോർമലായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇത് കാണുമ്പോൾ സിയൊക്കെ ഭ്രാന്ത് കയറും. എന്താണിത്? ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തപ്പോ ഗേൾസ് അല്ല പ്രപ്പോസ് ചെയ്യേണ്ടത്, ബോയ്സ് ഗേൾസിന്റെ അടുത്താണ് പ്രപ്പോസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസ് ഒക്കെ എടുത്ത് തന്നവനാണ്. എന്നിട്ട് അവനിപ്പോ എന്റെ ഫീലിങ്സ് ഒന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് അവനിട്ട് ഒരു പ്രാഗൊക്കെ കൊടുത്ത് പുള്ളിക്കാരി പോവാനായിട്ട് നിൽക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ ആ ഹെയർ ഡ്രയറുമായിട്ട് വരും. ഹെയർ ഡ്രയർ വേണ്ടി ഞാൻ തന്നെ നിന്റെ മുടി ഉണക്കി തരാന്നും പറഞ്ഞ് സിയന മിററിന്റെ ഫ്രണ്ടിലേക്ക് പിടിച്ചെടുത്ത് അവളുടെ ഹെയർ ഒക്കെ ഡ്രൈ ചെയ്ത് കൊടുക്കും. അതിനിടയ്ക്ക് സിയയുടെ പുറത്തുള്ള ഒരു പാടും കൂടി കാണും. ഇത് കാണുമ്പോൾ ഞാനിന് വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. ആക്സിഡന്റ് സംഭവിച്ചപ്പോ നിനക്ക് ഒരുപാട് പെയിൻ എടുത്തോന്ന് ഇങ്ങനെ ചോദിക്കും. പക്ഷേ സിയക്ക് അതൊന്നും ഓർമ്മയില്ലല്ലോ. എനിക്കതൊന്നും ഓർമ്മയില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഞാനും ഒരുപാട് സങ്കടപ്പെട്ട് സിയയുടെ ആ പാടില് ഒരു കിസ്സൊക്കെ കൊടുക്കും. അങ്ങനെ അവര് റൊമാൻസിലേക്ക് കടക്കുവാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ടൈം എൻജോയ് ചെയ്യും. ഇപ്പൊ സിയേനെ ഒരു പാർട്ടിയിൽ വെച്ചിട്ട് നാണം കെടുത്താനായിട്ട് ഒരു പെൺകുട്ടി ശ്രമിച്ചില്ലേ, ആ ഒരു പെൺകുട്ടീനെ വിളിച്ചു വരുത്തും. അവളുടെ പേര് എയ്മി എന്നാണ്. എയ്മി വന്നിരുന്ന ഉടനെ തന്നെ നീ ഒരുപാട് നാളായിട്ട് സിയേനെ നാണം കെടുത്താനായിട്ട് നടക്കുവാണെന്ന് എനിക്കറിയാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി തരാം. അത് നീ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് നിനക്കൊരു വലിയ കമ്പനിയുടെ പ്രോജക്റ്റും തരാം. അതുമല്ലാണ്ട് എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷും നിനക്ക് തന്നേക്കാന്ന് പറയും. എന്താ മിസ്റ്റർ സിയാൻ, മിസ്റ്റർ കിം പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് എല്ലാം ചെലവാക്കാനായിട്ടാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി 5 ഗ്രൂപ്പിന്റെ CEO ആയിട്ടുള്ള മിസ്റ്റർ കിമ്മും സിയാനും പാർട്ട്നേഴ്സ് ആണ്. പക്ഷെ ഈ ഒരു വിവരം പുറത്തുള്ള ആർക്കും തന്നെ അറിയാൻ പാടില്ല. കുറച്ചു പേർക്ക് മാത്രമേ അറിയുള്ളൂ. മിസ്റ്റർ കിമ്മിന്റെ മേത്താണല്ലോ ഇപ്പൊ എല്ലാ കുറ്റവും വന്നിട്ടുള്ളത്. അയാള് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് എല്ലാം സിയാന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിപ്പോ എയ്മി എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി അത് വെച്ച് സിയാനെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കും. ഇതേ നോക്ക് എയ്മി, ശത്രുവിന്റെ ശത്രു മിത്രം എന്നല്ലേ പറയുന്നത്. നിനക്ക് സിയാനെ ഇഷ്ടമല്ല, എനിക്ക് സിയാനെ കൊണ്ട് ഒരാവശ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് മൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് അവളെ തകർക്കാം. എന്താ, ഓക്കെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് നല്ല പ്ലാൻ ആണെന്ന് എയ്മിക്കും മനസ്സിലാകും. അങ്ങനെ എയ്മിയും ഓക്കെ അടിക്കും. ഇവിടെ നടക്കുന്ന പ്ലാനുകളൊന്നും മനസ്സിലാക്കാണ്ട് മാരേജ് കഴിഞ്ഞ് 100ാമത്തെ ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് രണ്ടുപേരും കൂടി ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ മാറി മാറി വായിലൊക്കെ വെച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ സിയ മനസ്സിൽ ഇതാണ് പറ്റിയ ചാൻസ്. ഈ ചാൻസ് യൂസ് ചെയ്ത് എന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് യാനിന്റെ അടുത്ത് തുറന്ന് പറയാം. എങ്ങനെയെങ്കിലും ഇവനെ സെഡ്യൂസ് ചെയ്ത് ഇന്ന് ഒന്നായിട്ടിരിക്കണം. എന്നാലേ ലൈഫ് ലോങ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളെന്ന് മനസ്സിൽ ഇങ്ങനെ പറയും. അങ്ങനെ തന്നെ യാനിന്റെ അടുത്ത് നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാന്നും പറഞ്ഞ് നേരെ റെസ്റ്റ് റൂമിലേക്ക് പോകും. ആ ടൈമിനാണ് യാനിന് പിയുടെ അടുത്ത് നിന്നും കോള് വരുന്നത്. 5 ഗ്രൂപ്പിന്റെ CEO മിസ്റ്റർ കിം ഒരുപാട് ഫ്രോഡ് പരിപാടികളൊക്കെ ചെയ്തിട്ടില്ലേ, അതില് സിയ മാഡത്തിന്റെ കമ്പനിയിൽ ആർക്കോ പങ്കുണ്ട്. മിസ്റ്റർ കിം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതിന് മുമ്പ് സിയ മാഡത്തിന്റെ കമ്പനിയിലുള്ള ആർക്കോ എല്ലാ ക്യാഷും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, ആർക്കാണ് കൊടുത്തതെന്ന് ഇതുവരേക്കും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും. എന്തൊക്കെ വന്നാലും ശരി, എത്രയും പെട്ടെന്ന് തന്നെ ആർക്കാണ് മിസ്റ്റർ കിം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് നീ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ബാധിക്കപ്പെടുന്നത് എന്റെ വൈഫ് സിയയും സിയയുടെ കമ്പനിയുമായിരിക്കും. അതുകൊണ്ട് നീ ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് നീ അത് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്ത് ഞാൻ തിരിഞ്ഞു നോക്കും. ആ ടൈമിന് നമ്മുടെ സിയ ആണെങ്കിൽ ഹോട്ടായിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് പയ്യെ നടന്ന് യാനിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. എന്താണിത്, ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ, എന്താ ഇങ്ങനെ ഒരു വേഷത്തില് വന്ന് നിന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ സിയയും ഇന്നെന്തായാലും നമ്മുടെ സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പോ എന്തായാലും സ്പെഷ്യൽ ആയിട്ടിരിക്കണം, അപ്പൊ എന്റെ വക കോൺട്രിബ്യൂഷൻ ഇതാണെന്ന് പറയും.
സിയ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് യാനിനാണെങ്കിലും മനസ്സിലാവുന്നേ ഇല്ല. നീ എന്താണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആണെന്നൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഓ, ഈ മരമണ്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടത് വേസ്റ്റ് ആയി എന്നും പറഞ്ഞിട്ട് സിയ ഭയങ്കര ദേഷ്യത്തിൽ എഴുന്നേറ്റ് നടന്നു പോകും. അപ്പൊ തന്നെ ഞാൻ വന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് നേരെ സോഫയിലേക്ക് കിടക്കും. നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് അങ്ങനെ തന്നെ സിയനെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ കിസ്സൊക്കെ ചെയ്ത് വേറെ എന്തിലേക്കോ കടക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോ അവിടെ കട്ടായിട്ട് പ്രിയയുടെ അടുത്ത് നിന്നും യാനിന് കോള് വരും. ആദ്യം പുള്ളിക്കാരൻ ആ കോള് ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കോള് വന്നോണ്ടേയിരിക്കും. ഇത് കാണുമ്പോൾ സിയയും എന്തായാലും എന്തെങ്കിലും അത്യാവശ്യമില്ലാണ്ട് പ്രിയയെ ഇങ്ങനെ വിളിക്കില്ല. കോളെടുത്ത് സംസാരിച്ചിട്ട് വരാനായിട്ട് പറയും. സിയയുടെ മുമ്പിൽ താൻ നല്ല കൂളാണെന്നൊക്കെ ആക്ട് ചെയ്ത് ഫോണും എടുത്ത് വേറൊരു റൂമിലേക്ക് ചെല്ലും. ദുഷ്ട, നിനക്ക് ഈ ടൈമിന് മാത്രമേ കോള് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വേറൊരു റേഞ്ചിലേക്ക് എത്തുമായിരുന്നു എന്നറിയും. സാർ, അതൊക്കെ നമുക്ക് പിന്നീടാണെങ്കിലും നടത്താം. പക്ഷെ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം കേട്ടാ സാർ എന്തായാലും ഷോക്കാകും. മിസ്റ്റർ കിമ്മുമായിട്ട് പാർട്ട്ണർഷിപ്പ് വെച്ചിരുന്നത് വേറെ ആരുമല്ല, സിയ മാഡത്തിന്റെ അങ്കിളിന്റെ മകനായിട്ടുള്ള സിയാനാണെന്ന് പറയും. ഇത് കേട്ട് ഞാൻ അത്ര വലിയ രീതിക്ക് ഷോക്കാവുന്നൊന്നുമില്ല. ഇവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. എന്തായാലും ഇവക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് സിയയുടെ അടുത്തേക്ക് ചെല്ലും. സിയ ആണെങ്കിലും ഇവനിപ്പോ വരും എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് ഉറങ്ങി പോയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ യാനും സങ്കടമൊക്കെ വരും. എന്തായാലും ഇവള് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് യാൻ സിയേനെയും കോരിയെടുത്ത് അവളുടെ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആവുമ്പോൾ സിയ ചാടി എഴുന്നേക്കും. അയ്യോ, കറക്റ്റ് ആയിട്ടുള്ള ടൈമിന് ഞാൻ ഉറങ്ങിപ്പോയല്ലോ, നിന്നെ തന്നെ തല്ലണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഭ്രാന്ത് കയറി നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഒരു ഫാഷൻ ഷോ നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ സിയ ഇരുന്ന് ചെയ്തോണ്ടിരിക്കായിരിക്കും. ആ ടൈമിന് സിയയുടെ PA അടുത്തേക്ക് വരും. യാനും സ്കൂൾ ടൈമിന് കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെയും ഫോട്ടോ എടുത്ത് സിയക്ക് കാണിച്ചു കൊടുക്കും. ബട്ട് ഫോട്ടോയിൽ ആ പെൺകുട്ടിയുടെ ഫേസ് ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത് കാണുമ്പോൾ സംതിങ് എന്തോ സിയക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ PAയുടെ അടുത്ത് യാനിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോയപ്പോ നിനക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ PAയും ഞാൻ മിസ്റ്റർ ജെയ്സന്റെ കമ്പനിയിലേക്ക് ആദ്യം ചെല്ലുന്നത് ഒരു മോഡലിനെ തപ്പിയാണ്. അപ്പോ മിസ്റ്റർ ജെയ്സൺ നേരിട്ട് തന്നെയാണ്. മിസ്റ്റർ ജെയ്സൺ എന്ന് ഇപ്പോ ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോന്റെ PA ആണല്ലോ. ആ PA നേരിട്ട് തന്നെയാണ് ഹീറോന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് തന്നതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ഹീറോയിന് എന്തോ സ്ട്രൈക്ക് ആകും. അപ്പോ ഞാനല്ല ഇവനെ വെച്ച് പ്ലാൻ ചെയ്തത്, അവനാണ് എന്നെ വെച്ച് സംതിങ് എന്തോ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരി നേരെ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ലും. ഹീറോന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് വീഴാനായിട്ട് ഒരുപാട് ഗുണ്ടകളെയൊക്കെ നമ്മുടെ സിയ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, അവരുടെ അടുത്താണ് ഇപ്പോ ചെന്നിട്ടുള്ളത്. അന്ന് നിങ്ങൾ ഞാൻ തന്ന ക്യാഷിനായാലും ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും വേറെ എക്സ്ട്രാ ക്യാഷ് തന്നായിരുന്നോ? സത്യം എന്തായാലും നിങ്ങൾ എന്റെ അടുത്ത് തുറന്നു പറയണം. സത്യം പറയാനായിട്ട് മടിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേത്ത് കേസ് കൊടുക്കും. പിന്നെ നിങ്ങൾക്കായിട്ട് തന്ന ആ ക്യാഷ് പോലും നിങ്ങൾ എനിക്ക് തിരിച്ചു തരേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് സിയ നല്ല രീതിക്ക് അവരെ ബ്രെയിൻ വാഷ് ചെയ്യും. മാഡം, ഞങ്ങൾ എല്ലാവരും സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആണ്. ആരെങ്കിലും ക്യാഷ് തന്നാ അവര് പറയുന്ന പോലെ ഞങ്ങൾ അഭിനയിക്കും. നിങ്ങൾ ഇതേപോലെ ഞങ്ങളെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ ഞങ്ങളുടെ അടുത്ത് എക്സ്ട്രാ കുറച്ച് ക്യാഷ് തന്ന് ഞാൻ നിങ്ങളെ അടിക്കുമ്പോൾ 10 അടി ദൂരെ മാറിപ്പോയി വീഴണം. അയാളെ ഒരു ഹീറോ ആക്കി കാണിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിയും. ഇത് കേൾക്കുമ്പോൾ സിയക്കും എന്തോ പോലെയൊക്കെ ആകും. അപ്പോ ഞാൻ സാധാരണ ഒരു മോഡലല്ല, അവന്റെ പിന്നിലും എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ യാനിനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ യാനിനും സിയ തന്നെ അവോയ്ഡ് ചെയ്യുവാണെന്ന് മനസ്സിലാകും. അങ്ങനെ തന്നെ സിയയുടെ അടുത്ത് എന്താ സിയ, നീ എന്നെ അവോയ്ഡ് ചെയ്യുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. നീ എന്റെ അടുത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അതെന്തെല്ലാമാണെന്ന് ഞാനിപ്പോ ചോദിച്ചാലും നീ എന്റെ അടുത്ത് തുറന്നു പറയില്ല. നിനക്ക് എപ്പോഴാണ് അതെന്റെ അടുത്ത് തുറന്നു പറയാനായിട്ട് തോന്നുന്നത് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നോളാന്ന് പറഞ്ഞിട്ട് സിയ യാനിനെയും അവോയ്ഡ് ചെയ്തു പോകും. യാനിനും എല്ലാ സത്യങ്ങളും സിയയുടെ അടുത്ത് തുറന്നു പറയണം എന്നൊക്കെയുണ്ട്. പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ടാണ് പുള്ളിക്കാരൻ ഇപ്പൊ ഇത് മറച്ചു വെച്ചിരിക്കുന്നത്. ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട്. പക്ഷെ അവള് നേരത്തെ തന്നെ എല്ലാം അറിഞ്ഞു. ഞാൻ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നും പറഞ്ഞ് സിഗരറ്റ് ഒക്കെ വലിച്ച് പുള്ളിക്കാരൻ ഒരു ബാറിൽ ഇരിക്കുമായിരിക്കും. ആ ടൈമിന് ഹെയ്മി അങ്ങോട്ടേക്ക് വരും. എന്താ മിസ്റ്റർ യാൻ, താങ്കൾ ഇപ്പോ അഭിനയിച്ചുകൊണ്ടിരുന്ന ആ ഒരു വേഷം മറഞ്ഞു തുടങ്ങിയോ? നിങ്ങളാണ് മിസ്റ്റർ ജെയ്സൺ എന്ന് എത്രയും പെട്ടെന്ന് സിയ കണ്ടെത്തുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഞാനൊന്ന് ഷോക്കാകും. അല്ല, നീ അത്രക്ക് ഷോക്കൊന്നും ആവണ്ട, ഒന്ന് കുറച്ചു നിന്നോ. നീയാണ് മിസ്റ്റർ ജെയ്സൺ എന്ന് അവള് കണ്ടെത്തിയ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ കാരണമാണ് അവളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച്
ചേഞ്ച് വന്നതെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാല് അവള് നിന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. നീ ആവശ്യമില്ലാണ്ട് എന്റെ കാര്യത്തിലൊന്നും ഇന്ററപ്റ്റ് ആവരുത്. അവളുടെ അടുത്ത് എപ്പോ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ അധികം എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും നിൽക്കണ്ടെന്ന് പറയും. ഓക്കെ മിസ്റ്റർ ജെയ്സൺ, ഞാൻ എന്തായാലും ഈ കാര്യം സിയയുടെ അടുത്ത് തുറന്നു പറയുന്നില്ല. ഞാനെങ്ങനെ സിയയുടെ അടുത്ത് ഈ കാര്യം തുറന്നു പറയാണ്ടിരിക്കണമെങ്കിൽ സിയയുടെ കൂടെ നിങ്ങളിപ്പോ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് ഇല്ലേ, അത് ക്യാൻസൽ ചെയ്ത് എന്റെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണമെന്നറിയും. എന്ത് പ്രോബ്ലം വന്നാലും അതെവിടെ വെച്ച് എങ്ങനെ എപ്പോ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ അതിന്റെ ഇടയിലേക്ക് വരണ്ടെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് ശ്രമിക്കും. ആ ടൈമിന് എയ്മി ആണെങ്കിലോ വേണോന്ന് വെച്ച് ഞാൻ എന്റെ മേത്തേക്ക് വീഴും. ഈ ഒരു സീൻ വേറൊരാള് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫോട്ടോ നമ്മുടെ സിയയുടെ കയ്യിലും എത്തും. ഇത് കണ്ട് ഭയങ്കര ദേഷ്യത്തില് നേരെ ഹീറോനെ കാണാനായിട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴോ മിസ്റ്റർ ജെയ്സന്റെ സീറ്റിലാണ് നമ്മുടെ ഞാൻ ഇരിക്കുന്നത്. ഇത് കാണുമ്പോ ഏകദേശം കാര്യങ്ങളെല്ലാം സിയക്ക് മനസ്സിലാകും. അപ്പോ മിസ്റ്റർ ജെയ്സൺ, നീയാണല്ലേ, എന്തിനാണ് നീ എന്റെ അടുത്ത് ഇത്രയും വലിയൊരു സത്യം മറച്ചു വെച്ചത്? അപ്പോ നീ എന്നെ ഇത്രയും നാള് ചീറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. യാനിനാണെങ്കിലും ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. മനസ്സ് മൊത്തം ബ്ലാങ്ക് ആണ്. അത് എന്നും പറഞ്ഞിട്ട് ഒന്ന് ഷോക്കായിട്ട് ചാടി എഴുന്നേൽക്കും. അപ്പൊ തന്നെ സിയ ഭയങ്കര ദേഷ്യത്തില്, ആരംഭം മുതൽ തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്റെ ലൈഫിൽ നടന്ന ഓരോ ചെറിയ ഇൻസിഡന്റ് പോലും ഒളിവും മറവും ഇല്ലാണ്ട് നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. എന്നിട്ട് നീ എന്താണ് എന്റെ അടുത്ത് ചെയ്തത്? എന്റെ മുമ്പിൽ ആക്ട് ചെയ്യുമായിരുന്നു, അതും ഒരു സംശയം പോലും തോന്നാത്ത വിധം. അപ്പൊ നീ എന്റെ അടുത്ത് കാണിച്ച ലവ് എല്ലാം ഫേക്ക് ആയിരുന്നു. എന്റെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്നു പറയാണ്ടിരിക്കാൻ നിന്റെ അടുത്ത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. എന്നാലും നീ എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു. ഈ സത്യങ്ങളെല്ലാം ഞാനിപ്പോ അറിഞ്ഞു. ഇനി ഒരിക്കലും നിന്നോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിനക്ക് ഡിവോഴ്സ് തന്നേക്കാന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പുറത്തേക്ക് പോകും. ഇവരിങ്ങനെ ബ്രേക്കപ്പ് ആയ വിവരം സിയാനും അറിയുന്നുണ്ട്. പുള്ളിക്കാരൻ ഇത് കണ്ട് വല്ലാണ്ട് ഹാപ്പി ആകും. അതേ ടൈം സിയ നേരെ ഓഫീസിലേക്ക് എത്തും. അപ്പൊ തന്നെ പി എ ഓടി വന്ന്, മാഡം, നിങ്ങൾ ചെയ്തു വെച്ച എല്ലാ മോഡൽസും ഇപ്പോ ലീക്കായി എന്ന് പറയും. ഇതിനെല്ലാം കാരണം മിക്കവാറും ഞാനായിരിക്കും. അതിനു വേണ്ടിയിട്ടായിരിക്കും എന്റെ അടുത്ത് ലവ് ഉള്ള പോലെ ആക്ട് ചെയ്ത് വന്നതെന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാണ്ട് ഞാൻ എന്റെ മേത്ത് ഡൗട്ടൊക്കെ വെക്കുന്നുണ്ട്. അത് വലിയൊരു ദേഷ്യമായിട്ട് തന്നെ മാറും. ഈ ചാൻസ് യൂസ് ചെയ്ത് സിയാനും നേരെ സിയയുടെ അടുത്തേക്ക് വരും. എന്തായാലും നീ അതൊക്കെ വിട്, നിന്റെ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഞാൻ മിസ്റ്റർ പീറ്ററിന്റെ അടുത്ത് നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നനായിട്ട് രണ്ടുപേർക്കും കൂടി മിസ്റ്റർ പീറ്ററിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആ ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് പോകും. എന്തായാലും തന്നെ വിട്ട് കഴിഞ്ഞാല് നെക്സ്റ്റ് മിസ്റ്റർ പീറ്ററിന്റെ അടുത്തേക്ക് തന്നെയായിരിക്കും സിയ പോകുന്നതെന്ന് എങ്ങനെയൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഞാൻ കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തും. ആക്ച്വലി പീറ്ററും ഞാനും പാർട്ട്നേഴ്സും കൂടിയാണ്. അങ്ങനെ സിയ പീറ്ററിന്റെ അടുത്ത് അവളുടെ പ്രോജക്റ്റിനെ പറ്റി പറയുമ്പോ, പീറ്റർ ആണെങ്കിലും എനിക്ക് ഈ പ്രോജക്റ്റ് ഇഷ്ടമായി, പക്ഷെ ഞാൻ ഇതിന് ഓക്കെ പറയണമെങ്കിൽ എന്റെ പാർട്ട്ണറും കൂടി ഈ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ട് ഓക്കെ അടിക്കണം. എന്നാലേ എനിക്ക് ഇതിൽ സൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിയക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. എനിക്ക് ഈ പ്രോജക്റ്റും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകും. അപ്പൊ തന്നെ ഞാൻ പുറകെ ചെന്ന് സിയനെയും കൂട്ടി വേറൊരു സ്ഥലത്തേക്ക് നിർബന്ധിച്ചു വലിച്ചുകൊണ്ട് പോകും. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നീ എനിക്ക് ടൈം തന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട, നീ എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് സിയ ഒരുപാട് ഒച്ച വെക്കും. എങ്ങനെ ഈ ഒരു ഫ്രസ്ട്രേഷൻ കൺട്രോൾ ചെയ്യണമെന്നറിയാണ്ട് ഞാൻ അങ്ങനെ തന്നെ സിയനെ പിടിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. സിയ ഒരുപാട് തടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാനാണെങ്കിലോ വിടാണ്ട് വീണ്ടും പിടിച്ച് സിയനെ കിസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കണ്ടുവരുന്ന സിയാനും ഓടി വന്ന് യാനിനെ തള്ളി മാറ്റും. അപ്പൊ തന്നെ യാനും ഒരുപാട് ദേഷ്യം കയറും. ഇത് എനിക്കും എന്റെ വൈഫിനും ഇടയിൽ നടക്കുന്നതാണ്, അതിന്റെ ഇടയിലേക്ക് നീ വരണ്ടാന്ന് പറയും. ശരി, സിയാൻ നമ്മുടെ ഇടയിലേക്ക് വന്ന ഒരാളാണ്, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉള്ളതല്ലേ, ഞാനല്ലേ ബാധിക്കപ്പെട്ട ആള്. ഞാൻ പറയുവാണ്, നീ എന്റെ അടുത്തേക്ക് പോലും വരാൻ പാടില്ല. നമ്മൾക്ക് ഇടയിലുള്ളതെല്ലാം ഞാനിപ്പോ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇനിയും നീ എന്നെ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുമെന്നും പറഞ്ഞിട്ട് സിയാനുമായിട്ട് അവിടെ നിന്ന് പോകും. എന്നാലും ഞാനാണെങ്കിലോ വിടാണ്ട് ഇവളുടെ പുറകെ അവളുടെ വീട് വരെ ചെല്ലും. അപ്പോ സിയാൻ ഇവനെ സ്റ്റോപ്പ് ചെയ്ത്, എന്തായാലും സിയ പറഞ്ഞല്ലോ നീയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാന്ന്, ഇനിയെങ്കിലും അവളോ ഒന്ന് വിട്ടൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഞാനിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കയറും. അത് പറയാ നീ ആരാണ്? ഇപ്പോഴും അവൾ എന്റെ വൈഫാണ്. അപ്പോ ഞങ്ങൾക്കിടയിലുള്ള പ്രോബ്ലം ഞങ്ങൾ തന്നെ പറഞ്ഞു തീർത്തോളാന്ന് പറയും. ആ ടൈമിന് സിയ പുറത്തേക്ക് ഇറങ്ങി വരും. അതിനൊന്നും ഇനി ഒരു ചാൻസും ഇല്ല. ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും നീ ഈ പേപ്പേഴ്സിൽ സൈൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോന് വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ ഒരു പേപ്പേഴ്സ് ഒക്കെ വാങ്ങിച്ച് വലിച്ചു കീറി കളയും. എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നോക്കാം, നിന്റെ അടുത്ത് നിന്നും ഞാൻ ഡിവോഴ്സ് വാങ്ങുമെന്നും പറഞ്ഞ് ശബ്ദമൊക്കെ ചെയ്ത് സിയ നേരെ അകത്തേക്ക് കയറി പോകും. അപ്പൊ തന്നെ സിയാനും, ഇനി നിനക്ക് ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല, ഇനി ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് പറയും. അപ്പൊ തന്നെ ഞാനും ഭയങ്കര ദേഷ്യത്തില് ഹീറോയിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി റൈറ്റിലേക്ക് നടക്കും.
നടക്കും. ഇത് കാണുമ്പോ തന്നെ സിയാൻ യാനിനെ സ്റ്റോപ്പ് ചെയ്യും. നീ എങ്ങോട്ടാണ് നടന്നു പോകുന്നത്? പുറത്തേക്ക് പോവാനായിട്ടുള്ള വഴി ലെഫ്റ്റിലാണ് ഉള്ളതെന്ന് പറയും. ദേ, നിനക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞാനിപ്പോ സിയനെ മാരേജ് ചെയ്തു. അപ്പൊ തന്നെ അടുത്തുള്ള ഈ വില്ലയുണ്ടല്ലോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങി. അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ തന്നെ താമസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അവന്റെ വീട്ടിലേക്ക് നടക്കും. ഇത് കണ്ട് ഷോക്കായിട്ട് സിയാനും നിൽക്കും. ഇപ്പൊ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ സിയയും സിയാനും കൂടി നേരെ ഒരു പബ്ബിലേക്ക് ചെല്ലും. ആട്ടം പാട്ടം കൊണ്ടാട്ടം എന്നും പറഞ്ഞ് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് നല്ല രീതിക്ക് എൻജോയ് ചെയ്തോണ്ടിരിക്കും. അതിനിടയിൽ ഒരു സെൽഫിയും കൂടി എടുത്ത് അവളുടെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യും. ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ കോൾ ചെയ്തിട്ട് നീ ഇപ്പോ ഏത് പബ്ബിലാ ഉള്ളത്, നീ ആരുടെ കൂടെയാണ് പോയതെന്നും കൂടി ചോദിക്കും. ഇത് കേൾക്കുമ്പോ സിയക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. ഓൾറെഡി നമ്മളുടെ ഇടയിലുള്ളതെല്ലാം ഞാൻ അവസാനിപ്പിച്ചതാണ്, പിന്നെ എന്ത് അധികാരത്തിന്റെ പുറത്താണ് നീ ഇപ്പോ എന്നെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സിയ ഒരു വശത്ത് നിന്ന് ഭയങ്കരമായിട്ട് യാനിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അതിനിടയില് സിയാനാണെങ്കിലോ നമ്മുടെ സിയ കുടിക്കുന്ന ഡ്രിങ്ക്സില് സംതിങ് എന്തോ കലക്കി വെക്കും. ഇതറിയാണ്ട് സിയയും ആ ഒരു ഡ്രിങ്ക് എടുത്ത് കുടിക്കും. ഉടനെ തന്നെ പുള്ളിക്കാരിയുടെ ബോധവും പോകും. എന്തായാലും ഈ ചാൻസ് യൂസ് ചെയ്ത് സിയനെ അബ്യൂസ് ചെയ്യാം. അതിലൂടെ ഇവളെ മാരേജും കൂടി ചെയ്താല് ഇവളുടെ സ്വത്തും കൈക്കലാക്കാമല്ലോ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ പുള്ളിക്കാരൻ നേരെ സിയനെയും കൂട്ടി ഒരു റൂമിലേക്ക് ചെല്ലും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് സിയനെ പിടിച്ചു മാറ്റും. നീ എങ്ങോട്ടാണ് എന്റെ വൈഫിനെയും കൊണ്ട് പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ, നിന്റെ വൈഫിനെയും കൊണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, അവളതെ കുറിച്ച് ബോധം ഇല്ലാണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒരു റൂം എടുത്തത്, ഇവിടെ കൊണ്ടുവന്ന് സേഫ് ആയിട്ട് കിടത്താമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയും. നീയേ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇവളുടെ അടുത്തേക്ക് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്റെയും എന്റെ വൈഫിന്റെ അടുത്തേക്ക് ഒരു പ്രോബ്ലത്തിനും വരാണ്ടിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും പറഞ്ഞിട്ട് സിയാൻ ഒരു വാണിംഗും കൊടുത്ത് ഞാൻ സിയനെയും കൊണ്ട് വീട്ടിലേക്ക് പോകും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും സിയക്ക് ബോധവും തെളിയും. നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഞാനിപ്പോ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കും. എവിടെയായിരുന്നാ നിനക്കിപ്പോ എന്താ, ഞാൻ കറക്റ്റ് ടൈമിന് നിന്നെ വന്ന് സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ നിന്നെ എന്ത് വേണേലും ചെയ്താനേ, അങ്ങനെ നിന്റെ ലൈഫ് പോലും നശിച്ചു പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നീ എന്ത് വിശ്വസിച്ചാണ് അവന്റെ കൂടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇതൊന്നും നീ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് സിയ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് ശ്രമിക്കും. അപ്പൊ തന്നെ ഞാൻ അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ട് അവളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യും. നീ എന്തായി കാണിക്കുന്നത്, എന്റെ അടുത്ത് നിന്ന് മാറെന്നും പറഞ്ഞിട്ട് ഞാൻ എന്നെ ഒരുപാട് തള്ളും. അവസാനം ഇവൾക്ക് ക്ഷമ കേട്ട് നീ എന്താണ് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു മൃഗത്തിനെ പോലെ ബിഹേവ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇതിൽ ട്രിഗറായിട്ട് ഞാനും എഴുന്നേറ്റിട്ട് അതെ, എന്നെ മൃഗത്തിനെ പോലെ നീ ആക്കി എടുക്കുവാണ്, ഞാൻ പറയുന്നതൊന്ന് ചെവി കൊടുത്ത് കേൾക്കാൻ പോലും നീ എനിക്കൊരു ചാൻസ് തരുന്നില്ല, നീ എന്തിനാണ് സിയാനെ വിശ്വസിക്കുന്നത്, അവനാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിറകില്, അവനെതിരെയുള്ള എല്ലാ തെളിവും കൊണ്ട് ഞാൻ വന്നേക്കാന്നും പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. കുറച്ചു നേരം കഴിയുമ്പോഴാണ് സിയാൻ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം സിയക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് സിയ നേരെ സിയാന്റെ വീട്ടിലേക്ക് ചെല്ലും. പക്ഷേ സിയാൻ ഓൾറെഡി എയ്മിയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാണ് ജെയ്സന് സിയ ഉള്ള ലൊക്കേഷൻ അയച്ചു കൊടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല, നീ എന്റെ അടുത്ത് പഴയ പോലെ സംസാരിക്കുന്നില്ല, അപ്പോ നീ എന്നെ ഇനി ഒഴിവാക്കി വിടുവാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ജെയ്സന് ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തതെന്ന് പറയും. നീ എന്ത് പണിയായി കാണിക്കുന്നത്, ആവശ്യമില്ലാണ്ട് എന്റെ കാര്യത്തിലൊന്നും ഇടപെടാനായിട്ട് വരണ്ട, എനിക്ക് ആവശ്യം എന്തായിരുന്നെന്ന് നിനക്കറിയാമല്ലോ, അവര് തമ്മിൽ പിരിയണം, ഇപ്പതേ അവർ തമ്മിൽ പിരിഞ്ഞു, സിയ ഡിവോഴ്സ് നോട്ടീസും അയച്ചു കഴിഞ്ഞു, പിന്നെ നിനക്ക് വാക്ക് തന്ന പോലെ തന്നെ ഞാൻ വലിയൊരു കമ്പനിയുടെ പ്രോജക്റ്റും നിനക്കായി വാങ്ങി തന്നില്ലേ, ഇനിയും നമ്മൾ തമ്മിൽ എന്താ സംസാരിക്കാനുള്ളത്, നമ്മളുടെ ഇടയിലുള്ള എല്ലാ ഡീലിങ്സും കഴിഞ്ഞില്ലേ നിന്നെ ചോദിക്കും. അപ്പൊ തന്നെ എമിയും എനിക്ക് ഞാനെന്നെ മാരേജ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അവൻ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, അപ്പോ അറ്റ്ലീസ്റ്റ് നിന്നെയെങ്കിലും ഞാൻ മാരേജ് ചെയ്യണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് മാരേജ് ചെയ്യാനോ, എനിക്ക് എന്തായാലും നിന്റെ മേത്ത് ഫീലിങ്സ് ഇല്ല, എന്റെ മുഴുവൻ ഫോക്കസും സിയയുടെ മേത്താണ്, എങ്ങനെയെങ്കിലും അവളെ മാരേജ് ചെയ്യണം, എന്നാലല്ലേ അവളുടെ സ്വത്തെല്ലാം എന്റെ കയ്യിൽ കിട്ടുള്ളൂ, ഞാൻ അതുകൊണ്ടാണ് അവരെ തമ്മിൽ പിരിച്ചത് പോലും, അതുകൊണ്ട് നീ എന്റെ വഴിക്ക് വരരുതെന്നും പറഞ്ഞിട്ട് എമീനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതെല്ലാം പുറത്തു നിന്ന് സിയയും കേൾക്കുന്നുണ്ട്. അതുമല്ലാണ്ട് എല്ലാം റെക്കോർഡും ചെയ്തു വെക്കും. ആ ടൈമിനാണ് ഞാനും ആ വഴി വരുന്നത്. അങ്ങനെ തന്നെ സിയനെയും കൂട്ടി വീട്ടിലേക്ക് പോകും. സിയക്കാണെങ്കിലോ നല്ലൊരു പയ്യനെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട്. എന്നാലും ഇവനെ മൈൻഡ് ചെയ്യാണ്ട് നടക്കും. അപ്പൊ തന്നെ ഞാനും എന്താ സിയ, ഇപ്പോ എന്റെ മേത്ത് തെറ്റൊന്നും ഇല്ലാന്ന് നിനക്ക് മനസ്സിലായില്ലേ, അതുമല്ലാണ്ട് നിന്റെ കമ്പനിയിലെ ഡിസൈൻസ് ഒന്നും ഞാനല്ല ലീക്ക് ചെയ്തത്, എന്നിട്ടും നീ എന്താണ് എന്റെ അടുത്തൊന്നും മിണ്ടാണ്ട് നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ശരിയാ നീ പറഞ്ഞത്, എന്തായാലും നിന്റെ മേത്ത് കുറ്റമൊന്നുമില്ല, എന്നാലും നീ നിന്റെ റിയൽ ഐഡന്റിറ്റി എന്റെ അടുത്ത് നിന്നും മറച്ചു വെച്ചു, ഇനിയെങ്കിലും അതിന്റെ റീസൺ എന്താണെന്ന് എന്റെ അടുത്ത് പറഞ്ഞൂടെ എന്ന് ഇങ്ങനെ ചോദിച്ച് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഞാനും സിയയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. നീ ഞാനും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ഒരു ദിവസം നീ ഓടി വന്ന വേഗത്തില് എന്റെ കയ്യിലിരുന്ന് വെച്ച കുക്കീസ് നിലത്തേക്ക് തള്ളിയിട്ടു.
അതിന് നീ ഒരുപാട് ഫീലും ചെയ്തു, എന്റെ അടുത്ത് സോറിയും പറഞ്ഞു. ആ ഒരു സോറിയിൽ ഒതുക്കാണ്ട് നീ ആ കുക്കീസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു. ഈട്ടാണ്ട് വന്നപ്പോ നീ ആ കുക്കീസ് നിന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുമല്ലാണ്ട് നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നീ ഹെൽപ്പ് ചെയ്യും. മാത്സ് ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. നീ എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിട്ട് പോലും ഞാൻ വേണമെന്ന് വെച്ച് പഠിക്കാണ്ട് വിട്ടു. അതുകൊണ്ട് തന്നെ മാത്സ് എക്സാമിന് ഞാൻ തോറ്റുപോയി. എന്തായാലും ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ നീ തനിയെ എന്റെ അടുത്തേക്ക് വന്നു, എനിക്ക് മാത്സ് നന്നായിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് നെക്സ്റ്റ് ടൈമില് ക്ലാസ് ടോപ്പർ പോലും ഞാനായി മാറി. ഒരു തവണ നമ്മുടെ സ്കൂളില് മാത്സിന്റെ ക്വിസ് കോമ്പറ്റീഷൻ നടന്നു. അതില് ഫസ്റ്റ് പ്രൈസ് വരുന്ന ഗിഫ്റ്റ് നിനക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത് ആ ഒരു ടോയ് നിനക്കായി കൊണ്ടുവന്ന് തന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ആ ഒരു ടോയ് വെച്ച് ഒരു സെൽഫി പോലും എടുത്തിട്ടുണ്ട്. ആ സെൽഫിയില് നിന്റെ ഫേസ് മര്യാദക്ക് കാണില്ല, ആ ഒരു ടോയ് വെച്ച് മറന്നു പോയതാണ്. പിന്നീടാണ് നമ്മൾ റിലേഷൻഷിപ്പിലായത് പോലും. പിന്നെ ഡേറ്റിനായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ കറങ്ങി നടന്നിട്ടുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടാണ്ട് നിന്റെ ഫാദർ കുറച്ച് ഗുണ്ടകളെ എന്നെ തല്ലാനായിട്ട് ഏർപ്പാടാക്കി. പക്ഷെ ഇതൊന്നും അറിയാണ്ട് നീ നിന്റെ ഫാദറിന്റെ കൂടെ കാറിൽ കയറിപ്പോയി. ആ ടൈമിന് ഞാനും ആ ഗുണ്ടകളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് പെട്ടെന്ന് റോഡിന് കുറുകെ ഓടി. അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടില് എന്നെ പെട്ടെന്ന് കണ്ടത് കൊണ്ടാണ് നിന്റെ ഫാദർ സഡൻ ബ്രേക്ക് ഇട്ടതും ആ ടൈമിന് നിന്റെ ഫാദർ മരിച്ചു പോയതും നിനക്ക് മെമ്മറി ലോസ് ആയത് പോലും. ആ ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷം ഞാൻ നിന്നെ ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ചു, പക്ഷെ എനിക്ക് കണ്ടെത്താനായിട്ടില്ല. റീസെന്റ് ആയിട്ടാണ് നീ ഒരു കമ്പനിയിൽ ഡിസൈനർ ആയിട്ട് ഇരിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയത്. നിന്നെ പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോ നീ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ ലൈഫിലേക്ക് വന്നത് പോലും. എല്ലാ കാര്യവും നിന്റെ അടുത്ത് തുറന്നു പറയണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് നീ എന്നെ വെറുത്ത് എന്നെ നിന്റെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ എന്റെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്തത് പോലും. സോറി, നീ ഈ കാരണം കൊണ്ട് എന്നെ വെറുക്കരുതെന്ന് ഇങ്ങനെ പറയും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സിയക്കും കുറച്ചായിട്ട് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരാനായിട്ട് തുടങ്ങും. എന്തൊക്കെ പറഞ്ഞാലും ചെറിയൊരു പയ്യനാ ആളുകളെ വിട്ട് തല്ലിക്കുന്നതും ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. അതും സിയയുടെ ഉള്ളിലേക്ക് വരും. എന്തൊക്കെ വന്നാലും ഒരു ചെറിയ പയ്യനാ ആളുകളെ വിട്ട് തല്ലിക്കുന്നത് ശരിയായ കാര്യമല്ല. എന്റെ ഫാദറിന്റെ ഭാഗത്തും ഒരുപാട് കുറ്റങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നിന്നെ വെറുക്കാനും പറ്റുന്നില്ല, എന്നാ എനിക്ക് നിന്നോട് ക്ഷമിച്ചെന്ന് പറയാനും പറ്റുന്നില്ല. നീ എന്തായാലും സത്യങ്ങളെല്ലാം എന്റെ അടുത്ത് നിന്നും മറച്ചു വെച്ചു. അതിലൊരു കുറ്റവും എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാ പോലും ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുള്ളൂ. എന്നാലും ഞാനൊരു കാര്യം പറയുവാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇനി എന്തായാലും നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നും പറഞ്ഞിട്ട് സിയെ ഞാനെന്നെ പ്രപ്പോസ് ചെയ്യും. ഞാനപ്പോ തന്നെ ഓടി വന്ന് ഹഗ് ചെയ്ത് ഇവരെ ലൈഫിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. ഇത്രയും നാൾ രണ്ടുപേരും ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സംഭവം അങ്ങനെ അന്ന് നൈറ്റ് സംഭവിക്കും. അങ്ങനെ ഇവരുടെ ഇടയിലുള്ള എല്ലാ പ്രോബ്ലവും തീരും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. സിയ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് ചെന്നേക്കുവാണ്. അതിനിടയിൽ പെട്ടെന്ന് സിയാൻ വന്ന് റിങ്ങുമായിട്ട് സിയനെ പ്രപ്പോസ് ചെയ്യും. അതിനിടയിൽ അങ്കിളും നീ എന്തായാലും ഞാനെന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോയേക്കുവാണ്. ഇനിയെങ്കിലും നീ എന്റെ മകന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യണം, അവനെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കെന്ന് പറയും. ഇത് കേൾക്കുമ്പോ സിയക്കും ആകെ നെർവസ് ആകും. അപ്പൊ തന്നെ ഞാനും ആരുടെ വൈഫിന്റെ അടുത്താണ് നീ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഈ സൗണ്ട് കേട്ട് സിയാൻ തിരിഞ്ഞു നോക്കും. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോവല്ലേ, അപ്പൊ പിന്നെ നാഴികക്ക് 40 വട്ടം വൈഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കും. അതൊക്കെ ഞങ്ങൾ നിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചെയ്ത ആക്ടിംഗ് ആണ്. നീ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ഫോർജറീസ് എല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചു. അതിന്റെ എല്ലാ എവിഡൻസും എന്റെ കയ്യിലുണ്ടെന്ന് പറയും. ആ ടൈമിനാണ് ഫൈ ഗ്രൂപ്പിന്റെ CEO മിസ്റ്റർ കിം അങ്ങോട്ടേക്ക് വരുന്നത്. ശരിയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഫോർജറി ചെയ്ത് സമ്പാദിച്ച എല്ലാ ക്യാഷും ഞാൻ ഇവന്റെ അടുത്താ കൊടുത്തിരുന്നത്. പക്ഷേ അവൻ ആ ക്യാഷ് എനിക്ക് തിരിച്ചു തരാണ്ട് അത് അവൻ ചിലവാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിയാങ്ങിന്റെ ഫാദറും ഒന്ന് ഷോക്കാകും. എന്താ മോനെ നീ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അച്ഛാ, ഇവര് പറയുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ല. എന്നാ ഫോർജറി കേസിൽ അകത്താക്കാനായിട്ട് ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത കാര്യമായിരിക്കും ഇത്. ഇവരുടെ അടുത്ത് ഒരു എവിഡൻസും കാണില്ല എന്ന് പറയും. സിയാനും എയ്മിയും കൂടി തല്ലുപിടിച്ച് സംസാരിച്ചതെല്ലാം നമ്മുടെ സിയ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമല്ലോ. ആ ഒരു റെക്കോർഡിങ് പെട്ടെന്ന് ഞാൻ അവിടെ പ്ലേ ചെയ്ത് വിടും. അപ്പോഴും സിയാനാണെങ്കിലും അത് സമ്മതിക്കില്ല. ഇതൊക്കെ ഫേക്കാണ്, AI ടൂൾ യൂസ് ചെയ്ത് എന്ത് വേണേലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോ ഇതൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ആ ടൈമിന് തന്നെ സിയാനെ അറസ്റ്റ് ചെയ്യാനായിട്ട് 2 പോലീസുകാരും എത്തും. ഇത് കാണുമ്പോൾ സിയാനും അല്ലാണ്ട് ഷോക്കാകും. ആകെ അപമാനമായിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയും. എന്നാലും അതൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാന്നും പറഞ്ഞിട്ട് പോലീസുകാര് സിയാനെയും കൂട്ടി പോകും. ഇതെല്ലാം കണ്ട് ഭയങ്കര സങ്കടത്തില് അങ്കിളാണെങ്കിലോ സിയയുടെ അടുത്ത്, സോറി മോളെ, ഞാൻ ദത്തെടുത്ത് വളർത്തിയ പയ്യൻ ഇത്രയ്ക്കും ഫ്രോഡ് ആയിരിക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഞാൻ എന്റെ സ്വന്തം മകളെ
പോലെയാണ് കണ്ടത്. നിന്റെ ലൈഫ് നന്നായിരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ട് നിന്നെ മാരേജ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അവന്റെ ക്യാരക്ടർ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. എന്തായാലും നീ സെലക്ട് ചെയ്ത യാനിന്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നല്ലൊരു പയ്യനാണ്. നിങ്ങളുടെ ലൈഫും നന്നായിരിക്കും. എന്തായാലും നിന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം മാരേജിന് ശേഷം എല്ലാ സ്വത്തുക്കളും നിന്നിലേക്ക് തന്നെ എത്തും. എത്രയും പെട്ടെന്ന് CEO ആയിട്ട് ഇരിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തോന്നും പറഞ്ഞ് പയ്യെ നടക്കും. അപ്പൊ തന്നെ സിയെ സ്റ്റോപ്പ് ചെയ്തിട്ട്, അങ്കിൾ, നിങ്ങൾ എന്നെ കുഞ്ഞുനാൾ മുതലേ തന്നെ സ്വന്തം മകളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവന്റെ ക്യാരക്ടർ എന്തായിരുന്നാലും എനിക്കതൊരു വിഷയമേ അല്ല. നിങ്ങൾ എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടിട്ട് പോകരുത്. എന്റെ കൂടെ തന്നെ നിൽക്കണമെന്നും പറഞ്ഞിട്ട് സിയെ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യും. ഇത് കേട്ട് അങ്കിളിനും സന്തോഷമായിട്ട് സിയയുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കും. പിന്നെ ഇവരുടെ പ്രോബ്ലവും തീരും. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം സിയ ആഗ്രഹിച്ച പോലെ തന്നെ വലിയൊരു ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യും. അങ്ങനെ സിയ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത എല്ലാ കോസ്റ്റ്യൂമും ഇട്ട് ഓരോ മോഡൽസ് വരും. അതിനിടയിൽ നല്ലൊരു മോഡലായിട്ട് നമ്മുടെ യാനുമുണ്ട്. യാനും നല്ല അടിപൊളിയായിട്ട് റോം വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അതേ ടൈം സിയയും മോഡൽസിനെയൊക്കെ റെഡിയാക്കി വിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിനാണ് PA ഓടി വരുന്നത്. മാഡം, നമ്മുടെ ഒരു മോഡല് ട്രാഫിക് ജാമിൽ പെട്ടിരിക്കുവാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് ലേറ്റ് ആകുമെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോൾ സിയക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. പെട്ടെന്നാണ് PA സിയനെ ഒന്ന് അടിമുടി നോക്കുന്നത്. മാഡം, എന്തായാലും ആ കോസ്റ്റ്യൂം ഇട്ട് നിങ്ങൾ തന്നെ ഇറങ്ങിക്കോ. നിങ്ങൾ എന്തായാലും ഒരു ഇന്റർനാഷണൽ മോഡലിനെ പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഫിഗറും സെറ്റ് ആണെന്ന് പറയും. ആദ്യമൊക്കെ സിയ അതിനെ സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് ആ കോസ്റ്റ്യൂം ഇട്ട് സിയ തന്നെ റാംവാക്ക് ചെയ്യും. അങ്ങനെ സിയ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ഡിസൈനറിനായിട്ടുള്ള ഒരു അംഗീകാരവും സിയക്ക് ലഭിക്കും. അങ്ങനെ ഇതെല്ലാം കണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഹീറോ വലിയൊരു ബൊക്കെയുമായിട്ട് വന്ന് എല്ലാവരുടെയും മുമ്പിൽ തന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് സിയയുടെ അടുത്ത് തുറന്നു പറഞ്ഞ് പ്രപ്പോസ് ചെയ്യും. ഇത് കേൾക്കുമ്പോൾ സിയക്കും ഒരുപാട് ഹാപ്പി ആകും. ജീവിതമോ അല്ലെങ്കിൽ അവസാനമോ എന്തായാലും നിന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവാനായിട്ട് ഞാൻ റെഡിയാണെന്നും പറഞ്ഞ് കയ്യിൽ നീട്ടും. അങ്ങനെ ഞാനും ആ ഒരു റിങ് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി എന്തായാലും ഇവരുടെ മുമ്പോട്ടുള്ള ലൈഫ് ഹാപ്പി ആയിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ഈ ഡ്രാമ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് എന്തായാലും ഒരു തായ് ഡ്രാമയുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോ അത് മിസ് ചെയ്യാണ്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു ഡ്രാമയുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.